ഇന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ വ്യത്യസ്ത ലെവലുകൾ എന്ന ആശയം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എടുത്തത് പ്രാർത്ഥനയുടെ വ്യത്യസ്ത ലെവലുകളാണ്. ഇന്ന് അങ്ങോട്ട് പോവുകയല്ല, അഭിഷേകത്തിൻ്റെ വ്യത്യസ്ത ലെവലുകൾ ഈ ആശയത്തിലേക്ക് പോകാൻ. നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയാറുണ്ട്. അതെ, സത്യം. നമ്മൾ ശരീരം ചലിച്ചു, ഉറക്ക കൈയടിച്ചു, നന്നായി പാട്ടുപാടി, അതൊക്കെ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുക എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 12-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതാണ്. ആ കാലങ്ങളിൽ പഠിപ്പിച്ചത് ശക്തി വ്യാപരിക്കുക, തുടർന്ന് അന്യഭാഷ സംസാരിക്കുന്നതോടെ അഭിഷേകമായി എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ, എനിക്കതിനകത്തൊരു സംശയമില്ല. പക്ഷെ അഭിഷേകത്തിൽ ഒരുപാട് ലെവലുകളുണ്ടെന്നും അതിനകത്ത് മുകളിലോട്ട് പോകണമെന്നും ഒരാശയം എനിക്കുണ്ടായി. കഴിഞ്ഞ വർഷം പ്രധാനമായും ദൈവം എന്നെ ഏൽപ്പിച്ച ഒന്ന് ശക്തിയേറിയ അഭിഷേകം. ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഏറെക്കുറെ വ്യക്തമായി എന്നോട് ഇങ്ങനെ ഇടപെട്ടു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അശുദ്ധാത്മാക്കൾ ഇളകുന്ന, നിങ്ങളൊരു മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ മുറിയുടെ അന്തരീക്ഷം മാറുന്ന, നരകപ്പിശാചുക്കൾ വിറയ്ക്കുന്ന, അലറിക്കൊണ്ടോടുന്ന ഒരു രംഗത്തേക്ക് ഒരു വ്യക്തി വളർന്നേ മതിയാവും. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് ആരംഭിക്കാം. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, പ്രിയ സഹോദരനെ കൊണ്ട് വരുമ്പോൾ, ഞങ്ങൾ തമ്മിൽ ഒരാളിൻ്റെ ഒരു ചെറിയ ബാലകൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ്റെ 8-ാമത്തെ വയസ്സിൽ അമ്മോന് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ 12 വയസ്സായപ്പോഴത്തേക്ക് അവൻ മഹാശക്തനായി ഭൂതങ്ങളെ പുറത്താക്കുമായിരുന്നു. ശക്തനായി. ബാംഗ്ലൂർ ചർച്ചിൽ ഒരിക്കലൊരു മനുഷ്യൻ ഭൂതബാധിതനായി വന്നു. നമുക്ക് ഓൺലൈൻ ഉണ്ടോ പാസ്റ്ററെ? ഒരുവൻ വളരെ ശക്തിയുള്ള ഒരു ഭൂതബാധിതനായി ചർച്ചിൽ വന്നു. അദ്ദേഹം തറയിൽ വീണ് തൻ്റെ കൈ കൊണ്ട് തറയിൽ ഇടിക്കാൻ തുടങ്ങി, സിമെൻ്റ് തറയിൽ ഇടിക്കാൻ തുടങ്ങി. ഈ മനുഷ്യനാകപ്പാടെ ആസ്മ രോഗിയായി നീണ്ട വർഷങ്ങളായി, എല്ലും തോലുമായി ഒരു മനുഷ്യനാണ്. അയാളുടെ കൈ കൊണ്ട് ഇങ്ങനെ ശക്തിയായി ഇരുമ്പ് തറയിൽ ഇടിച്ചാൽ കൈ ഒടിഞ്ഞു. അതുകൊണ്ടൊന്ന് പിടിച്ചു നിർത്താൻ എൻ്റെ ചർച്ചിലുണ്ട്. അന്ന് കായിക ബലമുണ്ടായിരുന്ന 2-3 സഹോദരന്മാർ തീരുമാനിച്ചു. ഒരു മനുഷ്യൻ വീണ് കിടക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഒരു കൈ നീണ്ടിരിക്കുക. ആ നീണ്ടിരിക്കുന്ന കയ്യിൽ ഒരു ചെറിയ ബലം കൊടുത്ത് പിടിച്ചാൽ പിന്നെ കൈ കളത്താനൊക്കത്തില്ല. ഏത് മനുഷ്യനും കൈ കളത്താനൊക്കത്തില്ല. പക്ഷേ 2 പേർ ചേർന്ന കൈ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ആ 2 പേരുടെ കൈ തട്ടി വെച്ചവൻ കൈ ഉയർത്തുക. അന്ന് എക്സ് സർവീസ്മെൻ ആൻഡ് സെക്യൂരിറ്റി ഗാർഡിലൊക്കെ സൂപ്പർവൈസറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ തടിയന്മാരായ 3-4 പേരുണ്ടായിരുന്നു. ആ 4 പേരും ഒന്നും സുവിശേഷകരല്ല. ഈ 4 തടിയന്മാർ ഒരുമിച്ച് ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ ഒരു കയ്യെ പിടിച്ച് നിലത്തോട്ട് അമർത്തി. അപ്പോൾ ഇവരോട് ചോദിച്ചു, എൻ്റെ ബലം നിനക്ക് കാണോടാന്ന് ചോദിച്ചു. എല്ലും തോലുമായി ഒരു മനുഷ്യൻ വീണ് കിടക്കുകയാണ്. അയാളുടെ ഒരു കൈ ഒരു സൈഡിലോട്ട് വെച്ചിരിക്കുന്നത്. പിടിച്ച 4 തടിയന്മാരോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ബലം നിങ്ങൾക്ക് കാണോടാന്ന്. കാണട്ടടാന്ന് ഇവരും പറഞ്ഞു. ഒറ്റപ്പൂക്കം വെച്ചു കൊടുത്തു. ഞങ്ങളുടെയൊക്കെ അന്തം വിട്ടു. എന്ത് ചെയ്യണം? ഇവനോട് ഇനി എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ പേര് പറയാൻ പറഞ്ഞു. നിൻ്റെ പേരങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് ഒത്തല്ലോ, പറഞ്ഞാൽ കേൾക്കുന്നതല്ല, ചോദിച്ചാൽ മറുപടി പറയുന്നതല്ല, പിടിച്ചു നിർത്താൻ നോക്കിയാൽ നിൽക്കുന്നതല്ല. ഈ 10-നും 12-നും ഇടയ്ക്ക് എനിക്ക് അത്രേ അറിയത്തുള്ളൂ. എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, എൻ്റെ അകത്തൊരു ആത്മനടത്തിപ്പ്, ഞാനൊന്ന് ശാസിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോൻ ഇങ്ങോട്ട് മാറുന്നില്ല, എന്നിട്ട് ശാസിരും, അടുക്കലെങ്കിലും ചെല്ലല്ലോ, അവൻ തല്ലി പിടിപ്പിച്ചാൽ ശരിയാക്കില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് മാറി എന്നുകൊണ്ട് പറയാൻ പറഞ്ഞു. കുറച്ച് മാറി എന്നുകൊണ്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കൈ കെട്ടണമെന്ന് പറഞ്ഞു. കൈ കെട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഒക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഞാനും മറുഭാഷ പറയും. മറുഭാഷ ആളുകൾ പറഞ്ഞവരുടെ നടുക്കാണ് ഇത് ഇളകിയത്. ഈ പിടിച്ചു നിന്ന തടിയന്മാർക്ക് മറുഭാഷയുണ്ട്, ബലവുമുണ്ട്, ശരീരത്തിന് കനുവുണ്ട്. ഇതിനെല്ലാം കവിയുന്നതായിരുന്നു ആ 10-12 വയസ്സ് പ്രായമുള്ള ഒരു മോൻ്റെ മേലുള്ള അഭിഷേകം. ഇതിനെ അഭിഷേകത്തിൻ്റെ വേറൊരു തലമായി നമുക്ക് കാണാം. അഭിഷേകത്തിൽ ഒരുപാട് പടികളുണ്ട്. അന്യഭാഷ പറഞ്ഞത് അഭിഷേകം തന്നെ. പക്ഷേ ഈ ലെവലിൽ നമുക്ക് ഇരുന്നാൽ മതിയോ, അതോ നമ്മൾ ഉയരണം? വളരണം എന്നോ അല്ല ഉയരണമെന്നോ താല്പര്യമുള്ളവർ അടുത്ത ലെവലുകളെക്കുറിച്ച് ചിന്തിക്കും.
അടുത്ത ലെവലിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ നമ്മുടെ പഴയ ശക്തികൾ പുറകിലുണ്ട്. കാര്യം ഒരുത്തിനെയും വളരാൻ വിടാത്ത ഒരു ശക്തി, അത് തനിച്ചെഴുത്താൻ അവൻ പുറകോട്ട് പിടിക്കും. ഉള്ള നെഗറ്റീവ്സ് മുഴുവൻ പറഞ്ഞുണ്ടാക്കും, അതവിടെ കിടക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ വളരുവാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഈ ലെവൽ പറയുന്നത്. ഞാനൊരു ഉദാഹരണം കൊണ്ടത് വ്യക്തമാക്കി. ആ ഭൂതം അവസാനം ഈ ചെറുക്കൻ്റെ വാക്കിൻ്റെ മുമ്പിൽ കീഴടങ്ങി. പിന്നെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാം ധൈര്യമായിരുന്നു. ഞാനുമൊക്കെ ചേർന്നു. ചോദിച്ചു, നീ ആരാ എന്നാന്ന് ചോദിച്ചോ. പറഞ്ഞു, 5 തലമുറകൾക്ക് മുമ്പേ പാണ്ടിയിൽ കിടന്ന എന്നെ, പറഞ്ഞ വാചകമതാ, പാണ്ടിയിൽ കിടന്ന എന്നെ ഇവൻ്റെ വല്യപ്പൂപ്പൻ വന്ന് വില കൊടുത്ത് വാങ്ങിച്ചൊരു കാളവണ്ടിയെ കയറ്റി കോഴഞ്ചേരി കൊണ്ടുവന്നു. അന്നു മുതൽ കോഴഞ്ചേരിയിൽ എന്നെ വെച്ച് പൂജിക്കുന്നുണ്ട്. ഇന്ന് കുടുംബത്തിൽ 41 ആൺപിള്ളേരുണ്ട്. 40 പേരും എനിക്ക് ആണ്ടിലൊരിക്കൽ ഒരാടിനെ വീതം കുരുതി തരും. ഇവൻ ഒരുത്തൻ മാത്രം എനിക്ക് കുരുതി തന്നിട്ടില്ല. ഈ പുള്ളിക്കാരൻ പണ്ടേ കേരളം വിട്ടു ബാംഗ്ലൂർ വന്ന ശേഷം ഇതിനകത്ത് എങ്ങനെ ആടിനെ കൊടുക്കേണ്ടതെന്ന് ഇവൻ അറിയാൻ വയ്യ. ഇവൻ അതിനകത്ത് ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ പോകുന്ന ഒരു പുള്ളിയാണ്, ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലുക, ഇതാണ് എൻ്റെ തീരുമാനം. അവൻ എനിക്ക് കുരുതി തരത്തില്ല, ഞാൻ അവനെ കുരുതിയായിട്ട് എടുക്കും. ഞാൻ അവനെ ഇഞ്ചിഞ്ചായി കൊല്ലും. രണ്ടായാലും അതിനെ പറഞ്ഞു വിട്ടു. ആ പുള്ളി ഇന്നും ചർച്ചിലുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബം മുഴുവൻ ഇന്ന് ചർച്ചിലുണ്ട്. അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വേദപുസ്തകത്തിൽ നിന്ന് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമ ദേവാലയത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. അതിനെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്ന് വിളിച്ചിരുന്നു. ശലോമോൻ പണിത ആലയത്തിൽ 2 പ്രാകാരവും. ഈ ജാതികളുടെ പ്രാകാരത്തിലായിരുന്നു പ്രാക്കളെ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും ഒക്കെ യേശു കണ്ടത്. അവരെ അവിടുന്ന് ശാസിച്ചത്. അന്നും യഹൂദൻ്റെ പ്രാകാരത്തിൽ ഇതൊന്നും കയറ്റാൻ സമ്മതിക്കത്തില്ല. ഇത് ജാതികളുടെ പ്രാകാരത്തിലാണ്. യേശുവിൻ്റെ വരവിൻ്റെ പ്രധാന ഉദ്ദേശം ജാതികളെ കൂടെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. എനിക്കിന്ന ഭാഗത്തോട്ട് തിരിയാൻ പോലും ഒക്കത്തില്ല. ഒരു ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് തിരിയാൻ പോലും ഒക്കത്തില്ല. ജാതികളുടെ പ്രകാരം അങ്ങോട്ട് തിരിയാൻ പോലും പറ്റത്തില്ല. യേശുവിൻ്റെ പ്രധാന താല്പര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം യേശു ആ ഭാഗം ശുദ്ധീകരിച്ചത്. മറ്റിടത്ത് ശുദ്ധീകരിക്കാനൊന്നും ഇല്ലഞ്ഞിട്ടൊന്നും അല്ല. അവിടെ നിൽക്കുന്ന അപ്പൂപ്പന്മാരുടെ മൂക്കിന് ഓരോ ഇടി കൊടുത്തേ നന്നായിരുന്നേനെ. കാര്യം അവന്മാരെല്ലാം പുറത്തായാലും ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. അതായിരുന്നു അന്നത്തെ സാഹചര്യം. രണ്ടായാലും യേശു ജാതികളുടെ പ്രാകാരമാണ് ശുദ്ധീകരിച്ച് വെച്ച് പോയത്. ഓക്കെ, പ്രാകാരത്തിൽ കയറുന്ന ഒരുത്തന് വിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല. ഇവിടുന്ന് അടുത്തൊരു ലെവൽ പ്രൊമോഷൻ കിട്ടിയവന് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്ത് കയറുന്നവർക്കെല്ലാം അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല. അവിടുന്ന് ഒരു പ്രൊമോഷൻ കിട്ടിയവന് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തുള്ളൂ. ഇതുപോലെ അഭിഷേകത്തിൽ വ്യത്യസ്ത പടികൾ കയറണമെങ്കിൽ ഓരോ പടിക്ക് പ്രൊമോഷൻ വേണം. അതുള്ളവനെ ഒക്കത്തുള്ളൂ. പ്രാർത്ഥനയുടെ 5 ലെവലായിരുന്നു ഞാൻ ഇന്നലെ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് അഭിഷേകത്തിൻ്റെ 6-7 ലെവലുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു. എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഒക്കുന്നിടത്തോളം ലെവലും 2-ാം ലെവലിൽ കയറി കിട്ടിയാൽ നമുക്കെല്ലാം പ്രയോജനം. 1-ാം ലെവൽ നമുക്കൊക്കെ പൊതുവെ അറിയാവുന്നതാണ്. പക്ഷേ 2-ാം ലെവലിൽ കയറണമെന്നുണ്ടെങ്കിൽ 1-ാം ലെവലിൽ ജയിക്കണം. അതിനുള്ളത് ഡെഫിനറ്റ്ലി ഈ രാവിലത്തെ സെക്ഷനിൽ കാണും. അങ്ങനെ അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം ക്ഷമ ചോദിച്ചതാണ്. ഒരു 10 വർഷത്തിന് മുമ്പേ എനിക്കൊരു സീരിയസ് സർജറി നടന്നു. അതിനെ തുടർന്ന് എൻ്റെ ലങ്സ് കേടായി. പിന്നെ പ്രായം അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ പണി ചെയ്തു. എല്ലാം കൂടെ കൊണ്ട് ഇന്ന് എനിക്കൊരു സാധാരണ മൈക്രോഫോൺ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഉപയോഗിച്ചാൽ നിങ്ങൾക്കാർക്കൊന്നും കേൾക്കത്തില്ല. അത്രയും ചെറുതായി എൻ്റെ വോയിസ്. അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ മൈക്ക് ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ എൻ്റെ കണ്ണും അല്പം കേടായതുകൊണ്ട്, കാഴ്ച ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊരു സിസ്റ്റം എനിക്ക് ബൈബിളിൽ നിന്ന് വായിക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണ്. ഇച്ചിരൂടെ വലുതാക്കി കാണാം. അതുകൊണ്ട് നോട്ട് ഇതിൽ വെക്കാം. അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ദയവായി ക്ഷമിക്കണം. അഭിഷേകത്തിൻ്റെ ഏറ്റവും താണ ലെവൽ, ഒരു വ്യക്തി അഭിഷക്തനാകുന്നതിന് മുമ്പേ എൻ്റെ ഭാഷയിൽ അന്യഭാഷ സംസാരിച്ചു തുടങ്ങുന്ന ലെവൽ, അഭിഷേകത്തിന് വേണ്ടി ദൈവം ഒരുവനെ വേർതിരിച്ച് നിർത്തുക. അവൻ അഭിഷക്തനാണെന്ന് അങ്ങോട്ട് പറയാൻ എനിക്ക് പ്രയാസമാണ്. കാര്യം ഒരു അഭിഷക്തനിൽ കാണുന്ന ഒരുപാട് ലക്ഷണങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നവനിൽ കാണുന്നില്ല. ഇവനെ അന്യഭാഷ കൊടുത്ത് ഒന്ന് ക്ലിയർ മാർക്ക് ചെയ്യുക. ഇവനെ അഭിഷേകത്തിന് കൊള്ളാം. ഐഡൻറ്റിഫിക്കേഷൻ ലെവൽ. റിയോസ്, ക്രിസ്റ്റസ്, ഇത് ഗ്രീക്ക് പദങ്ങളാണ്. മഷാഖ് എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് എബ്രായ ഭാഷയിൽ. ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നുകൊണ്ട് ഒരയ്ക്കുക എന്നതിൻ്റെ അർത്ഥം. ഒരയുമ്പോൾ കട്ടി കുറഞ്ഞത് കട്ടി കൂടിയതിലോട്ട് ഒട്ടിപ്പിടിക്കും.
പക്ഷേ ഇവിടെ വേറെ ഒന്നാണ്, കട്ടി ഉള്ളത് കട്ടി കുറഞ്ഞതിൻ്റെ മേലൊരു പാടിടും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. കട്ടി കൂടിയ ഒരു ലോഹവും കട്ടി കുറഞ്ഞ ഒരു ലോഹവും, രണ്ട് വസ്തുക്കൾ കട്ടി കടുപ്പം കൂടിയതും കടുപ്പം കുറഞ്ഞതും തമ്മിൽ കൂട്ടി ഉരച്ചാൽ കട്ടി കൂടിയത് കട്ടി കുറഞ്ഞതിൻ്റെ മേൽ ഒരു മാർക്കിടും. അല്ലെങ്കിൽ കട്ടി കുറഞ്ഞത് ഇളകി കട്ടി ഉള്ളതിലോട്ട് ഒട്ടിപ്പിടിക്കും. ഇവിടെ തിരിച്ചാണ്, കട്ടി ഉള്ളത് കട്ടി ഇല്ലാത്തതിൻ്റെ മേൽ ഇവിടെയും ഒരു മാർക്കിടും. അഭിഷേകവുമായി ദൈവവുമായി ഉരഞ്ഞാൽ ഒരു ദൈവിക പാട് എൻ്റെ മേൽ വീഴും. ചെറിയ അർത്ഥത്തിൽ അത്രയുള്ള അഭിഷേകം. ടു റബ് വിത്ത് സംതിങ്, എന്തോ എടുത്ത് വേറൊന്നിൻ്റെ മേൽ ഉരയ്ക്കുക. എൻ്റെ മേൽ ഉരഞ്ഞതിൻ്റെ ഒരു പാടുള്ളിടത്തോളം കാലം ഇതാരുടെ ശക്തിയാലാണ് എൻ്റെ മേൽ ഉരഞ്ഞത് എന്ന് പിശാചിന് തിരിച്ചറിയാം. ഇവൻ 7 അയലോക്കത്ത് വരത്തില്ല, കാര്യം ഇത് വേറൊരുത്തിൻ്റെയാണ്. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, വനങ്ങളിൽ തടി വെട്ടിയിടുമ്പോൾ തുടർന്ന് ഗവൺമെൻറ് തടിയിൽ ഒരു നമ്പരൊക്കെ എഴുതും. തുടർന്ന് മഴ പെയ്യുമ്പോൾ, പണ്ട് കാലത്ത്, ഇപ്പോഴങ്ങനത്തെ ഒന്നും സിസ്റ്റം ഇല്ല, പണ്ട് കാലത്ത് മഴ പെയ്യുമ്പോൾ ഈ തടികൾ വെള്ളത്തിലൂടെ ഒഴുകും. തടികൾ പിടിക്കാൻ വേണ്ടി ആറുകളിൽ, നമ്മുടെ ഈ നാടുകളിലൊക്കെ നദികളിൽ ആളുകൾ ഇറങ്ങും. അവർ പിടിക്കുന്ന കൂട്ടത്തിൽ ആദ്യം നോക്കുന്നത് മാർക്കുണ്ടോന്നാണ്. ഗവൺമെൻറ്റിൻ്റെ തടിയാണെങ്കിൽ അതിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും സിസ്റ്റം ഉണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന്. നമ്മൾ തടി പിടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്കറിയത്തില്ല. ഗവൺമെൻറ്റിൻ്റെ തടിയിലൊരു മാർക്കുണ്ട്. അവർ തപ്പി നോക്കുമ്പം കാണാം ആ മാർക്കുള്ളത് തള്ളിയേക്കാൻ പറയും. കാര്യം കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കത്തില്ല, പുറകെ പോലീസ് വീട്ടിൽ വരും. അതുകൊണ്ട് സർക്കാരിൻ്റെ മാർക്കുള്ളത് ഒരുത്തനും വീട്ടിൽ കൊണ്ടുപോകത്തില്ല, കളഞ്ഞേച്ചു പോകുകയുള്ളൂ. ഇന്ന് പകൽ ഒരു ശക്തി എന്നെ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ, ഒരനർത്ഥം എന്നെ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ എന്നെ തൊടത്തില്ല, മാറി നിൽക്കും. കാര്യം എൻ്റെ മേൽ ഏതാണ്ട് ഓരഞ്ഞതാണ്. അത്രയേ ഉള്ളൂ അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം. വെറും വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു. ഇന്ന് വെളുപ്പിന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ദേവദാസന്മാരെ, 5 മണിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദാവീദിൻ്റെ അഭിഷേകം. ഞാൻ ഇന്ന് ദാവീദിൻ്റെ അഭിഷേകം തൊടാൻ വരികയായിരുന്നു. തൊടണമെന്ന് എനിക്ക് ആശയം ഉണ്ടായിരുന്നു. കാര്യം അഭിഷേകത്തിൻ്റെ വ്യത്യസ്ത പടികൾ ഇന്ന് തൊടണം എന്നെനിക്ക് ചിന്തയുണ്ടായിരുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസനോട് എന്തോ പറയേണ്ടതെന്ന്, അഭിഷേകത്തെ കുറിക്കുന്ന എന്തേലും പറഞ്ഞോളാൻ പറഞ്ഞു. ഇതെല്ലാം കൂടെ കോയിൻസൈഡാണ്. അതെന്നോട് ദൈവാത്മാവ് രാവിലെ 5 മണിക്ക് ഇടപെട്ട ശേഷം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, ഞാൻ എന്തോ പറയേണ്ടതെന്ന്. എന്തു പറയാൻ പറഞ്ഞാലും ഞാൻ ഇത്രയും ചേർത്തേനെ. ദാവീദിൻ്റെ അഭിഷേകം. ദാവീദ് ഒരു ഭയങ്കര ശാപഗ്രസ്തനായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ട. ഇതൊക്കെ പറയാൻ കാര്യമുണ്ടായിട്ടാണ്. എൻ്റെ ജനനം അകൃത്യത്തിലല്ല, പാപത്തിലല്ല. ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് ജനിച്ചവനാണ്. കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കുടുംബജീവിതത്തിൽ നിന്ന് ജനിച്ച ആരും ശപിക്കപ്പെട്ടവനല്ല, ജനനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പക്ഷെ ദാവീദ് അതല്ലായിരുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ കറക്റ്റ് പദം ഒന്നും ഉപയോഗിക്കുന്നില്ല. ദാവീദിനെ നമ്മളെല്ലാം ബഹുമാനിക്കുന്നതുകൊണ്ട് പദം വിട്ടു ഒരു കാര്യം പറഞ്ഞേക്കാം. ബോവസ് ഇസ്രായേലിലെ വലിയ ആളുകളിൽ ഒരാളായിരുന്നു. ബോവസ് ഒരു ധനികനും പ്രമുഖനുമായിരുന്നു. ബോവസ് എന്ത് കാണിച്ചാലും എന്തടാ ചെയ്തതെന്ന് ചോദിക്കാൻ ഇസ്രായേലിൽ ആരും ഇല്ലായിരുന്നു. ആ കാലത്താണ് അയാൾ റൂത്തിനെ വിവാഹം കഴിക്കുന്നത്. 10ാം തലമുറ പോലും ദേവാലയത്തിൽ കയറരുതെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിൽ നിന്ന് വിധി കിട്ടി തള്ളി ശപിക്കപ്പെട്ട കുലത്തിൽ നിന്ന് ഒന്നിനെയാണ് ഇയാൾ കയറി കല്യാണം കഴിച്ചത്. രൂത്തും അമ്മായിയമ്മയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം യോഗ്യമായ വഴി ഒന്നുമല്ല ഉപയോഗിച്ച് നമുക്കറിയാം. ഇയാൾ കുടിയും കഴിഞ്ഞ് കിടക്കുന്ന ഇടത്ത് പുതപ്പ് മാറ്റി കയറിയതാണ് രൂത്ത്. എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ വരുന്നില്ല. ഇതൊന്നും നോർമൽ ബന്ധങ്ങളല്ല. അങ്ങനെയാണ് രൂത്തുമായി കൂടിയത്. രൂത്തുമായി കൂടിയിട്ട് നാട്ടിലൊരുത്തിന് ചോദിക്കാൻ ഒക്കത്തില്ലായിരുന്നു. കാര്യം ബോവസ് അതുപോലെ വൻമിടുക്കനായിരുന്നു. ഇന്ന് വലിയ ദൈവദാസന്മാരിൽ പലരും കാണിക്കുന്ന അനർത്ഥങ്ങൾക്ക് താഴെ ഇരിക്കുന്നവർക്ക് മിണ്ടാൻ പോലും പറ്റുകയില്ല. കാര്യം പിന്നെ അവനെ പള്ളി കയറ്റുകയില്ല. അതുകൊണ്ടാണ്. അതുപോലായിരുന്നു ബോവസിൻ്റെ കാലം. പക്ഷെ ബോവസിൻ്റെ പ്രഭാവം ഒന്ന് കുറഞ്ഞു. ഇശായിയുടെ കാലമായി. ഒത്തിരി നാൾ കഴിഞ്ഞതോടെ ഇശായിക്ക് 7 പിള്ളേരായി കഴിഞ്ഞ ശേഷമാണ് ബോവസിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രഭാവം പോകുന്നതും ആളുകൾ ഇതൊക്കെ സംസാരിച്ചു തുടങ്ങിയതും. ചരിത്രം പറയുന്നത് ആളുകളിത് സംസാരിച്ചു തുടങ്ങിയതിനെക്കുറിച്ച് അതിനെ തുടർന്ന് ഇശായിയുടെ ഭാര്യ, ദാവീദിൻ്റെ അമ്മയാകേണ്ടിയിരുന്നവൾ, അവളല്ലായിരുന്നു അമ്മ,
ഇശായിയുടെ ഭാര്യ ഇശായിയോട് പറഞ്ഞു, നീ നല്ല കുടുംബത്തിൽ ജനിച്ചവനാണെന്നും ഉന്നത കുലജാതനാണെന്നും പറഞ്ഞ് എന്നെ കളിപ്പിച്ചാണ് നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നത്. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചു. വേണ്ടട, പണി നിർത്ത്. എനിക്കും സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ട്, നിൻ്റെ കൂടെയുള്ള കോള് വേണ്ട. പക്ഷേ ഇശായിക്ക് ഭാര്യയില്ലാതെ ജീവിക്കാൻ പറ്റാതെയായി. അപ്പോഴത്തേക്ക് പിള്ളേരേഴായി, ആൺപിള്ളേരേഴായി. ഭാര്യയില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ഭാര്യ തീർത്തു പറഞ്ഞു, നിൻ്റെ കൂടെ ജീവിക്കത്തില്ല, എനിക്ക് നിന്നെ വേണ്ട. ആ സാഹചര്യത്തിൽ ഇശായി ഭാര്യയുടെ ദാസിയെ തൻ്റെ കൂടെ താമസിക്കാൻ നിർബന്ധിച്ചെന്നും ദാസിയിൽ നിന്ന് ജനിച്ച മകനാണ് ദാവീദ് എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ദാവീദിനെ എങ്ങനെയെങ്കിലും കൊന്നുകളയാൻ വേണ്ടി മറ്റു സഹോദരന്മാരുടെ കൂട്ടത്തെ കൂട്ടാതെ ഇവനെ പറഞ്ഞു വിട്ടത്. നീ പോയി വല്ല പുലിയുടെയും കഴിച്ചാൽ നിന്നെ ഇവിടെ വീട്ടിൽ വേണ്ട. എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു. ദാസിക്കും കൊണ്ടു നടക്കാൻ പറ്റിയില്ല. കാര്യം ഇവൻ്റെ അമ്മ ഞാൻ വീട്ടിൽ കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വീട്ടിൽ കയറ്റുകയില്ല. ആകെ വല്ലാത്ത പരിതസ്ഥിതി ആയതുകൊണ്ട് ദാവീദ് തീർത്തു പറഞ്ഞു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇശായിയുടെ ഭാര്യയല്ല, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ട, ഞാൻ ആർക്കും വേണ്ടാത്തവനായി മാറി. ചുരുക്കി പറഞ്ഞാൽ ശാപത്തിൻ്റെ അങ്ങേയറ്റം വ്യഭിചാരപുത്രനായിരുന്നു ഇവൻ. ദാവീദിൻ്റെ ജീവിതത്തിലൊരു വ്യഭിചാരം നടന്നു, അത് നിങ്ങൾക്കറിയാം. ദാവീദിൻ്റെ ജീവിതത്തിലൊന്ന് നടന്നു. ഊര്യാവിനെ കൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു. പിടി വീണ് ഉടനെ ദാവീദ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടോ? ഞാനും ഇങ്ങനെ ഉണ്ടായി. കർത്താവേ, എന്നെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ഉണ്ടായത് അകൃത്യത്തിലാണ്. അവിടെയാണ് അങ്ങനെ ആ പദം ഇവിടുത്തെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൺഫർമേഷനാണത്. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്, പാസ്റ്ററേ, ചിലതിന് തലമുറകളായുള്ള ശാപം പൊട്ടിക്കുന്ന ഒറ്റ അഭിഷേകമായിരുന്നു ദാവീദിൻ്റെ മേൽ. ദൈവത്തിന് ഇയാളെ വേണമെന്ന് തോന്നി. കാര്യം ഇവനിൽ ശപിക്കപ്പെട്ടവനാണെങ്കിലും അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, തലമുറകളായി വന്ന കെട്ടിവെപ്പ. ഇന്ന് രാവിലെ അത് തന്നെ ഒരു ആഴത്തിൽ പോവുക കേട്ടോ. തലമുറകളായി എങ്ങാണ്ടെന്നൊക്കെ വന്ന കെട്ടിവെപ്പ ഇശായിയുടെ കാലത്ത് തുടങ്ങിയതാ. ദൈവനാമത്തെ അപമാനിച്ചതും നിന്ദിച്ചതും പലതും ഒരൊറ്റ അഭിഷേകത്താൽ അത്രയും ശാപങ്ങൾ ഒരുമിച്ച് പൊട്ടി. സ്വർഗത്തിലെ ദൈവം ഇവനെ മാറ്റിയെടുക്കത്തക്ക വേണം ഇവൻ്റെ മേലൊരു പകർച്ചവക. ഇത്രയും നമ്മളായി. മാത്രമല്ല, ലൈനിൽ ഒന്നുകൂടെ തൊടാൻ എനിക്ക് ഒരു പ്രേരണ ഉള്ളതുകൊണ്ട് ഞാൻ ആ ലൈനിൽ ഒന്നുകൂടെ തൊടുക. ഒരഭിഷേകത്തിന് എത്രയും തൈലം വേണമെന്ന് ആർക്കറിയാം? ഒരഭിഷേകത്തിന് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വേണ്ട, തൈലം വേണ്ട അഭിഷേകത്തിന് പുരോഹിതൻ്റെ ഇടത്തെ കൈയുടെ വെള്ളയ്ക്ക് കൊള്ളുന്ന അത്ര എണ്ണ മതി. എനിക്ക് തോന്നിയ 5 മില്ലി ലിറ്ററിൽ കൂടുതൽ ഒരുത്തൻ്റെ കൈവെള്ളയ്ക്കകത്ത് ഒഴിക്കാനൊക്കത്തില്ല. ഇത്ര എണ്ണ മതി. അത് വേണ്ടത് കുഷ്ഠരോഗി ശുദ്ധമാകുമ്പോൾ അവനെ അഭിഷേകം ചെയ്യാനാണ്. വേറെ ഒരു അഭിഷേകത്തിനും അത്ര എണ്ണ വേണ്ട. ഏറ്റവും കൂടുതൽ എണ്ണ വേണ്ടത് കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ തിരിച്ചാലികത്തിൽ കയറുന്നതിന് മുന്നമേ അവൻ്റെ മേൽ എണ്ണ ഒഴിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കുഷ്ഠരോഗം പാപത്തെ ചിത്രീകരിക്കുന്നതാണ്. പാപിയായി നടന്ന ഒരുത്തനെ പള്ളി കൊണ്ടുവരുന്നതിൽ പെടുന്ന പാട് അവനാണ്. സാധാരണയുള്ളവൻ്റെ 5 ഇരട്ടി അഭിഷേകം വേണം. ഇല്ല, ഇവൻ ഒരാഴ്ച വരും, പിറ്റേ ആഴ്ച കാണുകയില്ല. 2 ആഴ്ച പള്ളി വരും, 3-ാമത്തെ ആഴ്ച കള്ളു കുടിക്കാൻ പോകും. ഇവൻ പഴയ ശപിക്കപ്പെട്ടവനാണ്. ഇവൻ അതിനകത്ത് വേണം. അതിന് താഴെ ഒരു അഭിഷേകത്തിന് ഒരു വിരലിൽ തൊട്ട് ചെവിയിലോ കയ്യടെ കാലേണ്ടിയോ തള്ളവിരലിലോ പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ എണ്ണ വേണ്ട ഒരഭിഷേകത്തിന്. ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ 1 മില്ലി ലിറ്റർ എണ്ണ മതി. 1 മില്ലി ലിറ്റർ എണ്ണ മതി. അത് വലത്തെ കൈയുടെ ചൂണ്ടുവിരലെ തൊട്ട് അവൻ്റെ നെറ്റിക്കോട്ട് വെച്ചാൽ അവൻ അഭിഷക്തനായി. രാജാഭിഷേകത്തിന് അത്ര എണ്ണ മതി. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്ത് എത്ര എണ്ണ ഉണ്ടെന്നറിയാമോ? ഒരു ദിവസം പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, കൊമ്പിലോട്ട് തൈലം നിറയ്ക്കാൻ പറഞ്ഞു. കൊമ്പിൽ തൈലം നിറയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. പണ്ട് കാലങ്ങളിൽ വെള്ളം കൊണ്ടുപോയി സാഹചര്യത്തിലോട്ട് വരാം. ശൗലിനെ കൊണ്ട് ദൈവം മടുത്തു. ശൗലിനെ അഭിഷേകം ചെയ്ത തൈലപാത്രത്തിൽ നിന്ന്. തൈലപാത്രത്തിൻ്റെ കപ്പാസിറ്റി 10-15 മില്ലി ലിറ്ററിൽ കൂടുതൽ കൊള്ളുകയില്ല. തൈലപാത്രത്തിനകത്ത് 15 മില്ലി ലിറ്ററിൽ കൂടുതൽ കൊള്ളത്തില്ല. സാധാരണ തൈലപാത്രത്തിനകത്ത് 10 കൊള്ളുകയുള്ളൂ. 10 മില്ലി ലിറ്റർ, അത്രയും ചെറുതാണ്. പണ്ട് കാലങ്ങളിൽ അനലോഗ് വാച്ച് ഉണ്ടായിരുന്ന കാലത്ത് വാച്ച് റിപ്പയറേഴ്സ് വാച്ചിന് ഓയിലിടാൻ വേണ്ടി ഒരു കൊച്ചു ജുവലിനകത്ത് ഇച്ചിരി എണ്ണ വെക്കുമായിരുന്നു. 1 മില്ലി ലിറ്ററേ കാണത്തുള്ളൂ. 1 മില്ലി ലിറ്റർ. അവിടെ മുതലാണ് പാത്രങ്ങൾ തുടങ്ങുന്നത്.
പഴയ നിയമത്തിലെ ദേവാലയത്തിലിരുന്ന തൈലപാത്രത്തിനകത്ത് 5 മില്ലി ലിറ്റർ മുതൽ 15 മില്ലി ലിറ്റർ വരെ വലിപ്പ വ്യത്യാസമുള്ള പാത്രമുണ്ട്. അതിനകത്തായിരുന്നു എണ്ണ. പക്ഷേ ശൗലിനെ അഭിഷേകം ചെയ്ത എണ്ണപാത്രത്തിൽ നിന്നാണ്. ഇവിടെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞ ഉടനെ പ്രവാചകൻ പറഞ്ഞത്, ദൈവമേ പോകാനൊക്കത്തില്ല, അങ്ങോട്ട് പോകുന്നത് ശൗലെറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും, അവൻ പഴയ അഭിഷക്തൻ ജീവനോടിരിക്കുക, അവൻ എന്നെ കൊല്ലും, അതുകൊണ്ട് പോകാനൊക്കത്തില്ല. കർത്താവ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, നീ പോകുമ്പോൾ ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോയിട്ട് യാഗം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞേക്ക്. കൂട്ടത്തിൽ കൊമ്പിൽ തൈലം നിറച്ചു. എന്നതേ കൊമ്പിൽ തൈലം നിറയ്ക്കുന്നത്? പണ്ട് കാലങ്ങളിൽ ഒരാൾ യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയിൽ കുടിക്കാനുള്ള വെള്ളം കൂടെ കൊണ്ടുപോകണം. അതിന് 2 ഇനം പാത്രങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്നു. വലുതിൻ്റെ പേര് തുരുത്തി എന്നാണ്. ഒരു തുരുത്തിക്കകത്ത് 20 ലിറ്റർ വെള്ളം കൊള്ളും. അതും കൊടുത്ത് ഹാഗാറിനെ പറഞ്ഞു വിട്ടത്. ഒന്നിലധികം വ്യക്തികൾ അല്ലെങ്കിൽ ഒരേ വ്യക്തി പല ദിവസങ്ങൾ യാത്ര ചെയ്യുന്ന ദീർഘയാത്രയാണെങ്കിൽ ഒരു തുരുത്തിക്കകത്ത് വെള്ളം കൊണ്ടുപോകും. ഒരു ചെറിയ യാത്രയാണെങ്കിൽ ഒരു കൊമ്പിനകത്ത് വെള്ളം കൊണ്ടുപോകും. അതും വെള്ളം കൊണ്ടുപോകുന്ന പാത്രമാണ്. ഒരു കൊമ്പിനകത്ത് 1.5 ലിറ്ററാണ് കൊള്ളുന്നത്. അടുത്ത പറഞ്ഞു, പ്രവാചക, ഇന്ന് വെള്ളം കുടിക്കണ്ട, നീ വെള്ളം കുടിക്കണ്ട, നീ അല്പം ബുദ്ധിമുട്ട് സഹിക്കേ, നീ കൊമ്പിലോട്ട് തൈലം നിറച്ചോളാൻ പറഞ്ഞു. 1.5 ലിറ്റർ എണ്ണ ഇവൻ കൊമ്പിലോട്ട് നിറച്ചു. ദാവീദിനെ കണ്ടും പറഞ്ഞ് അവൻ്റെ തലയിലോട്ട് ഒഴിച്ചേക്കാൻ. സാധാരണ ഒരു അഭിഷേകത്തിന് വലത്തെ കൈയുടെ ചൂണ്ടുവിരലിൽ കൊള്ളുന്ന 1, 2, 3, 5 മില്ലി ലിറ്റർ എണ്ണ കൈയുടെ തള്ളവിരൽ, ചെവി, കാലിൻ്റെ തള്ളവിരൽ, നെറ്റി, ഇത്രയും ഭാഗങ്ങളാണ് അഭിഷേകത്തിന് വേണ്ടി ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇതൊന്നും കൊണ്ടൊക്കത്തില്ല ദാവീദിൻ്റെ അഭിഷേകം. കാര്യം അവൻ്റെ മേലിൽ നിന്ന് പലതും പൊട്ടാനുണ്ട്. ഇവൻ ശപിക്കപ്പെട്ടവനാണ്. യഹോവയുടെ ആലയത്തിൽ കയറാൻ റൈറ്റില്ലാത്തവനാണ്. രൂത്തിൻ്റെ കൊച്ചുമോനാണ്. ഇവനിൽ നിന്ന് ജനിക്കുന്ന സന്തതി ഈ ശാപം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ ഇത് പൊട്ടിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ ഒരു 1.5 ലിറ്റർ എണ്ണ കരുതിക്കോ. സാഹചര്യം വേറെയാണ്. ശൗലെറിഞ്ഞാൽ കൊല്ലും, അത് വരാതിരിക്കാൻ നീ കൊമ്പിലോട്ട് തൈലം നിറച്ചു. ഈ കൊമ്പിലെ തൈലത്തിൽ നിന്നൊരൊറ്റ അഭിഷേകമാണ്. ഞാൻ ഇന്നത് തൊടണം തന്നെ ഞാൻ ആഗ്രഹിച്ച അഭിഷേകത്തിൻ്റെ പല പടികളാണ്. ഇവൻ എൻ്റെ തലയിലോട്ടൊരു 1.5 ലിറ്റർ എണ്ണ ആരെങ്കിലും ഒഴിച്ചാൽ നിങ്ങളുടെ തലയിലോട്ടൊരു 1.5 ലിറ്റർ എണ്ണ കഴിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയോ, തലേന്ന് താഴോട്ട് ഒഴുകും. ഒത്തിരി ഏറിയ എനിക്ക് തൊടാനുണ്ട്. ഇതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. ഇവൻ നടക്കുന്ന വഴിയല്ലേ എണ്ണ ഒഴുകും. ഇവൻ ഈ നടക്കുന്നിടത്തെല്ലാം എണ്ണയാണ്. പാസ്റ്റർ കെ രഞ്ജിത്ത് ബാംഗ്ലൂരിൽ വന്ന് പ്രസംഗിക്കാറുണ്ട്, ശുശ്രൂഷിക്കാറുണ്ട്. പോയാലും 3 മാസം കഴിയുമ്പോഴും ആളുകൾ രഞ്ജിത്ത് പാസ്റ്റർ വന്നപ്പം പറഞ്ഞതാണ്, വടക്കേ ഇന്ത്യയിൽ പോയാലും തെക്കേ ഇന്ത്യയിൽ പോയാലും UK പോയാലും അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും ആളുകൾ പറയാറുണ്ട്, അയാൾ വന്നപ്പോൾ നടന്ന ഒരു അഭിഷേകമാണ്, അയാൾ വന്നപ്പോൾ പറഞ്ഞ വിഷയം ഇത്. എന്നെ കാരണം ഈ എണ്ണ ഇവിടെ എല്ലാം വീണ് കിടക്കുക. കാര്യം ഈ തലയിൽ തൊട്ടിരിക്കുന്നത് 1 ലിറ്റർ അല്ലേ 1 തുള്ളിയല്ല, ഇതൊരു 1.5 ലിറ്റർ ഒഴിച്ചിരിക്കുക. നടക്കുന്നിടത്തെല്ലാം അഭിഷേകം. ഇന്ന് പകൽ ചിലർക്കൊന്ന് പറയാമോ, നടക്കുന്നിടത്തെല്ലാം ഈ തൈലത്തിൻ്റെ വാസന ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെന്ന് കയറുന്ന റൂമിൻ്റെ അന്തരീക്ഷം മാറും. നിങ്ങൾ ചെന്ന് കയറുന്ന റൂമിനകത്ത് പൈശാചിക ശക്തികൾ ഇളകും. നിങ്ങൾ കയറുന്ന റൂമിനകത്ത് ആളുകളുടെ രോഗങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ചെന്ന് കയറുന്ന റൂമിനകത്ത് നരകശക്തികൾ ഇളകി അലറും. അല്ല പഴയ അനാത്മീയനെ വല്ലതും കണ്ട അവൻ പള്ളു പറഞ്ഞുകൊണ്ട് പുറകെ വരും. ഇതെല്ലാം നടക്കും. കാര്യം 1.5 ലിറ്ററിൻ്റെ തൈലം ഒരു ഒഴിച്ചതാണ്. ഏതൊരു ദൈവഭക്തൻ്റെ മേലും ഇങ്ങനൊരു അഭിഷേകമുണ്ടോ അവനെ കണ്ടാൽ തിരിച്ചറിയാം. അഭിഷേകത്തിൻ്റെ പടികളിലേക്ക് തിരിച്ചു വരാം. 1-ാം പടി ഒരുത്തനെ ഇയർ മാർക്ക് ചെയ്യുക, ഐഡൻറ്റിഫൈ. 1 ശമൂവേൽ 16:1 ദാവീദിൻ്റെ അഭിഷേകത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ശമൂവേലിനെ ഇസ്രായേലിന് രാജാവാകാൻ ഇയർ മാർക്ക് ചെയ്യുക. അവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് നടന്നു. 1, അദ്ദേഹത്തിൻ്റെ മേലുള്ള ശാപം പൊട്ടത്തക്കവണ്ണം ഒരു വലിയ അഭിഷേകം. 2, ഇവനെ രാജത്വത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. അതിനുവേണ്ടി ഇവനെ ഇയർ മാർക്ക് ചെയ്യാനായിട്ട് ഇവനെ ഒന്ന് അഭിഷേകം ചെയ്തേക്ക്. സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു അഭിഷേകം കൊടുക്കുന്നതാണ് 1 ശമൂവേൽ 16:1. ഈ ദാവീദിൻ്റെ അഭിഷേകവും ശൗലിൻ്റെ അഭിഷേകവും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്ത് ഒരുപാടിടത്ത് ചിന്തിച്ചിട്ടുണ്ട്. ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ എൻ്റെ ജനത്തിന് പ്രഭുവായി അവനെ അഭിഷേകം ചെയ്തേക്കാൻ പറഞ്ഞു. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പം പറഞ്ഞത് അങ്ങനല്ല, എനിക്ക് രാജാവായി ഒരുത്തിനെ അഭിഷേകം ചെയ്തേക്കാൻ. എനിക്ക് രാജാവായി. ശൗൽ അഭിഷക്തനായത് ദൈവജനത്തിന് വേണ്ടിയാണ്, പക്ഷെ ദാവീദ് അഭിഷക്തനായത് ദൈവത്തിന് വേണ്ടിയാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം തൊട്ടോട്ടെ. ഒരിടത്തൊരു സ്ഥലത്ത്
തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് ഒരു സഭയ്ക്കകത്തിട്ട് പാസ്റ്ററെ തല്ലി. കർത്താവിൻ്റെ തിരുമേശയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന അപ്പവീഞ്ഞുകൾ മൊത്തം വലിച്ചെറിഞ്ഞു. എനിക്ക് ആ ഭാഗം ഞാൻ ദൃക്സാക്ഷിയാണ്, കേട്ടതല്ല, ദൃക്സാക്ഷിയാണ്, കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു ദൈവദാസൻ കർത്തൃമേശ നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് കള്ള മാറിയിടാന്ന് പറഞ്ഞു. ആളെല്ലാം കൂടെ ആ സ്ത്രീയെ ഇങ്ങനെ തുറച്ചു നോക്കി. അവരങ്ങ് അവരെഴുന്നേറ്റ് വെച്ച് പറഞ്ഞ്, കർത്താവിൻ്റെ മേശയെ തൊട്ടാൽ നിൻ്റെ കാലിൽ പിടിച്ചാൽ കയറുമട രണ്ടായിട്ട് മാറട കള്ള. പാസ്റ്റർ വിടുന്ന ലക്ഷണമില്ല. പാസ്റ്റർ തിരുമേശ നടത്താൻ വേണ്ടി ആ മൂടി മാറ്റം തുടങ്ങുക. ഇവർ ഓടി ഇങ്ങോട്ട് വന്ന് സാധാരണ ഒരു മേശയുടെ പുറത്തോട്ടൊരു വെള്ളമുണ്ട് വിരിച്ച്, വെള്ള തുണി വിരിച്ച് അതിൻ്റെ മേളിലോട്ട് അപ്പവീഞ്ഞുകൾ വെച്ച് അതിൻ്റെ മേളിൽ രണ്ടാമത് ഒരു തുണി കൊണ്ട് കവർ ചെയ്താണ് പെന്തക്കോസ്ത് ചർച്ചകളിൽ കർത്തൃമേശ കണ്ടിട്ടുള്ളത്. അവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇവർ ഈ രണ്ട് തുണിയിലും കൂടെ ഒരുമിടിച്ച് പിടിച്ച് ഒറ്റ വലി വലിച്ചു. എടുത്തു വെച്ചിരുന്ന അത്രയും അപ്പവും വീഞ്ഞും താഴെ പോയി. പാത്രങ്ങൾ പൊട്ടിച്ചെതറി വീഞ്ഞ് സഭാഹോളിനകത്തോട് ഒഴുകി. അതിനോടകം ഒരുത്തൻ എഴുന്നേറ്റ് പാസ്റ്ററുടെ ചെള്ളയ്ക്ക് 4 പൊട്ടിയിലും കൊടുത്തു. അന്നത്തെ സഭായോഗം അവിടെ കൊണ്ട് തീർന്നു. ഞാൻ ദൃക്സാക്ഷി. ഞാൻ ആ സഭയിൽ ആദ്യത്തെ പ്രാവശ്യം പോകുന്ന അന്ന് കാണുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിനകത്ത് ഒരു ട്രാൻസ്ഫറിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരു ചർച്ചിൽ സഭായോഗത്തിന് പോയി അന്ന് കാണുന്ന കാഴ്ചയാണ്. തുടർന്ന് ആ സഭയിൽ ശുശ്രൂഷിക്കാൻ ഒരു പാസ്റ്ററും തയ്യാറായില്ല. തല്ലുകൊണ്ട പാസ്റ്റർ ആശുപത്രിയിലായി. തുടർന്ന് ഒരൊറ്റ പാസ്റ്റർ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ സഭാ വിഭാഗം മറ്റൊരു സഭയിൽ നിന്ന് മുടക്കപ്പെട്ട ഒരു പാസ്റ്ററെ പിടിച്ചു. ഞാൻ പിറ്റേ ആഴ്ചയിൽ സഭായോഗം കാണാൻ പോയി. ഈ പുതിയ പാസ്റ്റർ അന്ന ആഴ്ചയിലും കാണാനായിട്ട് പോയി. വേറൊരു ചർച്ചയിൽ നിന്ന് മുടക്കിയ ആളാണ്. ഞാൻ അത് പേരും പറയാം. ചർച്ച കൂടി നിന്ന് മുടക്കിയ ഒരു പാസ്റ്റർ. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ആളിനെ പാസ്റ്ററെ തല്ലുന്ന ഒരു ചർച്ച ഉണ്ട്, ഒരു 3 മാസത്തേക്ക് അവിടെ ഒരു സഭായോഗത്തിന് വന്ന് അന്ന് ഞാൻ അവിടെ ഉണ്ട് കാണാനായിട്ട് പോയത്. ആ പുള്ളിക്കാരനൊരു പാട്ടുപുസ്തകവും ഒരു വേദപുസ്തകവും കാളമണിയും കൂടെ കൊണ്ടാവുന്നത്. കാളയുടെ പെടലിൽ കിട്ടുന്നൊരു മണിയുണ്ടല്ലോ, ആ ഒരു മണിയും കൂടെ കൊണ്ടാവുന്നത്. വേദപുസ്തകം വെച്ചു, അതിൻ്റെ മേളിലോട്ട് പാട്ടുപുസ്തകം വെച്ചു, അതിൻ്റെ മേളിലോട്ട് ഈ മണിയും വെച്ചു. സഭായോഗം നടത്തത്തില്ലെന്നും പറഞ്ഞ് കഴിഞ്ഞ മെമ്പർന്നവരും അടിച്ച പുള്ളിയും ഒക്കെ അവിടെ ഉണ്ട്. ഈ പുള്ളി ഇത് വെച്ചു പറഞ്ഞു, ഇവിടെ പാസ്റ്റർമാരെ തല്ലുന്ന പള്ളിയാണെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്നെ ഇങ്ങോട്ട് വിട്ടത്. പണ്ട് പാസ്റ്ററെ തല്ലുന്നവനെ തല്ലിയ കേസിനാണ് എന്നെ മുടക്കിയത്. ഇവിടെ ആരോ കെടികെട്ട പുള്ളികളുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ ബൈബിളും പാട്ടുപുസ്തകവും കൊണ്ട് തന്നെയല്ല ശുശ്രൂഷിക്കുന്ന, ഒരു കാളമണിയും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ വാഗൊണ്ട് പറയാൻ ഒക്കുകയില്ലാത്ത ഒരു ചീത്തപദം പറയാൻ വെച്ചാൽ അങ്ങനത്തെ ചിലത് ഇവിടെ എഴുന്നേറ്റ് സാക്ഷി പറയാൻ എഴുന്നേക്കുമെന്ന് കേട്ടു. ഞാൻ ഈ മണിയെടുത്ത് ഡിങ് ഡിങ് എന്നടിക്കുമ്പോൾ ഏത് കെടി കെട്ടിയവനാണേലും അവിടെ ഇരുന്നില്ലേ ഞാൻ ഇരുത്തും. കഴിഞ്ഞ പാസ്റ്ററെ തല്ലിയ പുള്ളി എഴുന്നേറ്റു. ആരാടാന്ന് ചോദിച്ചു. ഞാനാടാന്ന് പറഞ്ഞു. അഴിഞ്ഞ് അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ പുതുതായി വന്ന പാസ്റ്റർ ബെൽറ്റ് അടിച്ചു മറ്റവനെ അടിക്കാൻ. അടിച്ചപ്പോഴാണ് കാണുന്ന ഒരു സ്പെഷ്യലി മെയ്ഡ് ബക്കിളാണ് ഇപ്പം ഇതിൻ്റെ ബെൽറ്റിന്. ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രാസിൻ്റെ കട്ടിയാണ്. ഇതുകൊണ്ടൊരു തല്ല് കിട്ടാൻ മറ്റവൻ്റെ തലയില്ല. ആ ഗ്രൂപ്പ് ഇറങ്ങി ഓടി. എനിക്ക് ഓർമ്മയുണ്ട്, ആ മനുഷ്യനെ കൊണ്ട് ആ സഭ നേരെയാക്കാൻ സാധിച്ചു. അത് മനുഷ്യനുള്ള അഭിഷേകവും. പലയിടത്തും ഇത്തിരി അഭിഷിക്തന്മാരുണ്ട്, അവരെ കൊണ്ട് ആ സഭ നേരെയാക്കാൻ ഒക്കത്തുള്ളൂ. കണ്ടത്തടിക്ക് മുണ്ടത്തടിയെ ഇട്ടേ പറ്റൂ. ഇത് മനുഷ്യനുള്ള അഭിഷേകമാണ്. ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു കേൾക്കാത്ത ജനമാണ്. ഞാനവരെ ഭരിച്ചോളാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞ ജനമാണ്. ഇവരെ ഭരിക്കാൻ വേണ്ടി എൻ്റെ ജനത്തിന് പ്രഭുവായിരിക്കാൻ ഇവന്മാരുടെ സോക്കട് എനിക്കറിയാം. യവന്മാരെ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ശൗലിനെ കൊണ്ടേ വെക്കത്തുള്ള, ഒരു ആത്മീയനെ കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ശൗലിനെ അങ്ങോട്ട് അഭിഷേകം ചെയ്യുക. എൻ്റെ ജനത്തിന് പ്രഭുവാകാൻ അവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞ് വിട്ടതാ ശൗലിനെ. പക്ഷെ പിശാചി ശൗലിനെ ശരിക്കങ്ങ് ഉപയോഗിച്ചു. ദൈവം ആഗ്രഹിക്കാത്ത പലതിനകത്തും കൊണ്ടുപോയി. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി എനിക്കൊരു രാജാവിനെ വേണം. ശൗല് പോയി, അവൻ അതുവഴി പോയി. ഇനി എനിക്കൊരു രാജാവിനെ വേണം. എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് ശപിക്കപ്പെട്ടവനുമാണ്. ഇവനെ അവിടുന്ന് കൊണ്ടുവന്ന് നേരെയാക്കി എടുത്താലേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ചിലതിനെ, വേറെ ആർക്കും കൊള്ളുകയില്ലാത്തതിനെ
ദൈവത്തിന് നേരെയാക്കി ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഉടച്ചു വാർത്തെടുത്ത്, ഇതൊരു വലിയ പദമാണ് കേട്ടോ. ദൈവത്തിന് പഴയ നിയമത്തിൽ ഒരു അബ്രാമിനെ വേണമായിരുന്നു. എന്തുകൊണ്ടോ ആ ഭാഗമൊക്കെ പറയാൻ എനിക്കങ്ങ് ഭയങ്കര താല്പര്യമാണ്. എളുപ്പമല്ല, ദിവസങ്ങളെടുക്കും അവിടം വരെ എത്തണമെങ്കിൽ. ദൈവത്തിനൊരു അബ്രാമിനെ ആവശ്യമായിരുന്നു. തീരെ പെശക് പിടിച്ചവൻ, അവനൊരു സന്തതി ഉണ്ടാകാത്തവനാ. കാര്യം ഭാര്യ മച്ചിയ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ് ചെലവ് കഴിയുന്നവനാ. ഭാര്യ മച്ചിയ. പക്ഷെ ഇവനിൽ നിന്ന് എനിക്കൊരു സന്തതിയെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാനിവനെ ഇനി തിരഞ്ഞെടുക്കുക. അദ്ദേഹത്തിൻ്റെ പേരാദ്യം മാറ്റി, അബ്രാം എന്ന പേര് മാറ്റി അബ്രഹാം എന്നിട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മച്ചിയായിരുന്ന പുള്ളിക്കാരത്തിയെ സാറായി എന്ന പേര് മാറ്റി സാറാന്നാക്കി. അവരുടെ നാടും വീടും വിട്ടോടുവാൻ അവരോട് ആവശ്യപ്പെട്ടു. അവരുടെ കുലത്തിൽ നിന്നും അകറ്റി നിർത്തി. അവനുള്ള സകല വഴികളും അടച്ച്, അവനെ കുലം അടച്ച് അവനെ പുറത്തെടുത്തു. എൻ്റെ ഭാഷയിൽ ഉടച്ചു, ദൈവത്തിന് ഉരുക്കി, ദൈവത്തിൻ്റെ മൂശയിൽ ഒഴിച്ചു, ഒരു പുത്തൻ സൃഷ്ടിയാക്കി പുറത്തു കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ജനിക്കുവാൻ, എൻ്റെ മകന് വേണ്ടി വഴിയൊരുക്കുവാൻ നീ ഒരു ജാതിയെ ഉണ്ടാക്കണം. ഞാൻ ഒന്ന് തൊട്ടോട്ടെ, അഭിഷേകത്തിനകത്ത് വരേണ്ടതായത്, അഭിഷേകത്തിനകത്ത് തന്നെ വരേണ്ടതാണ്. ഞാൻ കംപ്ലീറ്റ് എടുക്കത്തില്ല. ആരംഭത്തെങ്കിൽ ദൈവം ലൂസിഫർ എന്നൊരു ഇച്ചിരൂടെ ബാസ് കുറച്ചാൽ ഹൗളിങ് അങ്ങ് നിൽക്കും. ദൈവം ലൂസിഫർ എന്നൊരു ദൂതൻ്റെ കയ്യിലാണ് ഭൂമി കൊടുത്തത്. ഇതിനെ ദൈവിക കാഴ്ചപ്പാടിൽ കൊണ്ടുവരാൻ ദൂതനോട് ആവശ്യപ്പെട്ടു. മിണ്ടണ്ട, എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്തതായിരിക്കും പണ്ടൊരിക്കൽ വന്നപ്പോൾ. അന്ന് ലൂസിഫർ ഇവിടെ ഭരിച്ചതിൻ്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, സാമ്പിളുകൾ ധാരാളം ഈ ഭൂമി കിടപ്പുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പണ്ട് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ബോളിയ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്, ബൗളിയ. ആ രാജ്യത്ത്, തെക്കേ അമേരിക്കയിലാണ്. ആ രാജ്യത്തൊരിക്കൽ ശാസ്ത്രജ്ഞന്മാർ നോക്കുമ്പോൾ ഭൂമിക്ക് അടിയിൽ എന്തോ വലിയ കെട്ടിടങ്ങൾ ഇരിക്കുന്ന പോലെ അവർക്ക് തോന്നി. ഭൂമിക്ക് അടി നോക്കുന്ന റഡാറുണ്ട്, അത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പടം ഞാനിവിടെ കാണിച്ചു. അവർ കുഴിച്ച് ചെന്നപ്പോൾ 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം ഇരിക്കുന്നതിൻ്റെ താഴെ, ബൗളിയ എന്ന രാജ്യത്ത് 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം പണ്ട് ലൂസിഫറിൻ്റെ കാലത്ത് പണിതതാണ്. ഡൈനോസറൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, അന്ന് പണിതതാണ്. ലൂസിഫറിനെ ദൈവം ഇവിടെ ഈ ഭൂമിയെ ദൈവിക കോളനിയായി പണിയുവാൻ ഏൽപ്പിച്ചതാണ്. അവൻ ചെയ്തില്ല, അവൻ അവൻ്റെ സംസ്കാരത്തിൽ കൊണ്ടുപോയി. അതുകൊണ്ട് ദൈവം ലൂസിഫറിനെ ഇവിടെ നിന്ന് തള്ളി, പകരം ആദാമിനെ ഇവിടെ കൊണ്ടാക്കി. അടക്കി വാഴാൻ ആദാമിനോട് ആവശ്യപ്പെട്ടു. ദൈവിക സംസ്കാരത്തിൽ അടക്കി വാഴാൻ ആവശ്യപ്പെട്ടു. ആത്മയുദ്ധവും കൂടെ ഞാൻ കൂട്ടത്തിൽ തൊട്ടേക്കാം. ആദ്യമേ പകൽ വാഴുവാൻ സൂര്യനെയാക്കി, പിന്നെ രാത്രിയിൽ വാഴുവാൻ ചന്ദ്രനെയാക്കി. ഈ 2 പുള്ളികൾ രാത്രിയും പകലും വാണോണ്ടിരിക്കുമ്പോഴാണ് ആദമിനോട് പറയുന്നത് അടക്കി വാണോളാൻ. 3 പേർക്ക് ഒരുപോലെ കൊടുത്തിരിക്കുക. പകലത്തേക്ക് സൂര്യൻ, രാത്രിയിലത്തേക്ക് ചന്ദ്രൻ, രാത്രിയും പകലും ഒരുപോലെ നോക്കാൻ ആദം. ആര് ജയിക്കും, ആര് ഭരിക്കും? ഇവന്മാർ തമ്മിൽ ഭയങ്കര യുദ്ധം. കോട്ടയം ഭരിക്കാൻ ഒരുപാട് പേരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ആത്മയുദ്ധത്തിൽ ആര് ജയിക്കും, അവരാണ് ഭരിക്കുന്നത്. ഈ ആശയമൊക്കെ ഞങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലാകും, പണ്ടിത് മനസ്സിലാകത്തില്ലായിരുന്നു. ആത്മയുദ്ധത്തിൽ ആര് ജയിക്കും, അവരാണ് ഭരിക്കുന്നത്. വേറെ ഒരാളും ഭരിക്കത്തില്ല. ആദ്യം ഭരിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വഴിയും കാഴ്ചപ്പാടേയും പോകണം. അന്നേരത്താണ് സാത്താൻ കയറി വരുന്നത്. ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബിനെ കാവലാക്കി ഏദൻ തോട്ടം മാറ്റിയിട്ടേച്ച് ആദമിനെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടിടത്തും ഇവൻ വർദ്ധിച്ചു പെരുകുമ്പോൾ ഭാവിയിൽ ഒരിക്കൽ സ്ത്രീയുടെ സന്തതിയായി ജനിക്കും എന്നുള്ള ചിന്തയിലാണ്, അല്ലെങ്കിൽ തോന്നലുണ്ടാക്കുന്നത് പോലെയാണ് ഏദനിലെ അനുഗ്രഹം. ഞാൻ വരും, സ്ത്രീയുടെ സന്തതിയായി തിരിച്ചു വരും എന്ന് പറഞ്ഞാ പോകുന്നത്. അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുവാൻ ഒരു വിശുദ്ധ സ്ത്രീയെ ഭൂമിയിൽ ശേഷിപ്പിക്കത്തില്ല എന്ന് പിശാചും തീരുമാനിച്ചു. ആവർത്തിക്കാം, അങ്ങനെ ജനിക്കത്തക്കവണ്ണം ഒരു വിശുദ്ധ സ്ത്രീ ഭൂമിയിൽ ഉണ്ടെങ്കിലല്ലേ സ്ത്രീയുടെ സന്തതിയെ അവതരിക്കത്തുള്ളൂ. അത് നടക്കുകയില്ല എന്ന് പിശാചും തീരുമാനിച്ചു. അതിന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മനുഷ്യനെ ലൂസിഫറിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് മനസ്സിലാകത്തില്ല. പകുതിക്ക് താഴെ ഒരു 4-1 ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ താവിട്ടു. ബാംഗ്ലൂർ ചർച്ചിൽ നിന്ന് ഒരിക്കൽ ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 2 പേർക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നു. 2 പേർക്ക്. അതിൽ ഒരാളിൻ്റെ കാര്യം തൊടുക. അവിടെ വല്യപ്പന്മാരൊക്കെ അക്രൈസ്തവരായിരുന്നു.
അക്രൈസ്തവരായിരുന്നു. ഇവിടെ അപ്പൻ മാത്രം എന്തുകൊണ്ടോ കത്തോലിക്ക സഭയിൽ ചേർന്നു. അവിടെ ജോലി കിട്ടിയിട്ടോ എന്തുകൊണ്ടോ അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേർന്നു. അദ്ദേഹവും ഭാര്യയും കത്തോലിക്കല്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ മോള് ജനിച്ചത്. അതുകൊണ്ട് ഈ പെണ്ണും കത്തോലിക്കത്തിയായി വളർന്നു. ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കാൻ വന്ന കൂട്ടത്തിലാണ് ഇവൾ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും പെന്തിക്കോസ്തുകാരത്തിയാകുന്നതും. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നിൻ്റെ മുറപ്പയ്യൻ വേറെ ഉണ്ട്, അത് അക്രൈസ്തവനാണ്, അവനുമായിട്ട് വേണം കല്യാണം കഴിക്കാൻ. കരുതി ഞാനിങ്ങനെ വഴി തെറ്റിച്ചാടി കത്തോലിക്കയിലായെന്നുള്ളതേ ഉള്ളൂ, നമ്മുടെ കുടുംബമെല്ലാം മറ്റേതാ. അവൾ പറഞ്ഞ് നടപ്പില്ല, ഞാനിപ്പം വിശ്വാസിയാണ്, വിശ്വാസിയുമായിട്ടേ വിവാഹം നടക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ജീവിതത്തിൽ സമ്മതിക്കരുത്, നിൻ്റെ ജീവിതം പാഴാകും, അങ്ങനെ പോകരുതെന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണിനെ പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി പിടിച്ചു നിന്ന് ഒരു ദിവസം അവധിയിൽ അപ്പൻ വിളിപ്പിച്ചു. അവൾ വീട്ടിൽ പോയി. നടന്ന ചരിത്രം ഞാൻ തൊടുക. അവൾ വീട്ടിൽ പോയി. ഒരു മുറിക്കകത്തോട്ട പെൺകുട്ടിയെ കയറ്റി അപ്പൻ കതകടച്ചു. മുറിയുടെ കതകടച്ചേച്ച് അദ്ദേഹം നേരത്തെ കരുതി വെച്ചിരുന്ന അവൾ 2-3 പ്രാവശ്യം അവളോട് പറഞ്ഞു, നീ വിട്ടുമാറിയേ മതിയാകത്തുള്ളൂ, ഞാൻ നിൻ്റെ മുറപ്പയ്യനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യതയാണ്, സ്റ്റാറ്റസാണ്, ഞാൻ കത്തോലിക്കനായി എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഒരു ടിൻ മണ്ണെണ്ണ ആയുടെ സ്വന്തം തലയിൽ കൂടെ ഒഴിച്ചു. തീപ്പെട്ടി പെണ്ണിൻ്റെ എടുത്ത് നീ തന്നെ കത്തിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന വിവാഹം നീ സമ്മതിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ കത്തിച്ചേക്ക്, ഞാൻ ഇനിയും ഭൂമിയിൽ ഇരിക്കത്തില്ല. പെണ്ണ് കരയാൻ തുടങ്ങി, ഇതൊക്കുന്ന കാര്യമല്ല, കത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. നീ കത്തിച്ചില്ല, ഞാൻ കത്തിക്കാൻ പോവാ, ഞാൻ സ്വയം ചാകാൻ പോവാ, നീ പോയി എങ്ങനെയും ജീവിച്ചു, ഞാൻ ചത്തു കഴിയുമ്പോൾ കതവ് തുറന്നു, അതുവരെ ഇതിനകത്ത് നിന്ന് കണ്ടോ നീ എന്നെ കൊല്ലുന്നേ. അയാൾ കത്തിക്കുമെന്നായപ്പോൾ പെണ്ണവസാനം സമ്മതിച്ചു, എന്നെ പറഞ്ഞാലും ചെയ്തോളാം, ഞാൻ മോളെ ആ കാര്യത്തിൽ കുറ്റമാണെങ്കിലും കുറ്റം പറയത്തില്ല. കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അത്രയുമാണ്. നിന്നെ കണ്ട് ചിരിക്കത്തില്ലെന്ന് പറഞ്ഞത്, നിനക്ക് ലെറ്റർ എഴുതത്തില്ല, മേലെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞത് ഒന്നുമല്ല. സ്വന്തം അപ്പൻ മണ്ണെണ്ണ തലയിലോട്ട് ഒഴിച്ച് കത്തിക്കാൻ സ്വയം നിൽക്കുന്ന സാഹചര്യത്തിൽ അവൾ സമ്മതിച്ചു. ഞാനപ്പതും തൊട്ടെ അവൾ വിവാഹിതയായി. എന്നെ വിളിച്ചു പറഞ്ഞു, വാസുവേ ക്ഷമിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇല്ല കുഞ്ഞ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, എനിക്കതിന് റൈറ്റില്ല, അതുകൊണ്ട്. പക്ഷേ നിൻ്റെ സാഹചര്യത്തിൽ നിന്നെ കുറ്റവും പറയത്തില്ല, ഞാൻ ആരോടും മിണ്ടതുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ആ പെണ്ണ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ വിവാഹിതയായിട്ട് 2 വർഷമായി, ഒറ്റ പ്രാവശ്യം പോലും ക്രിസ്ത്യൻ ദേവാലയത്തിൽ പിന്നെ പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് അക്രൈസ്തവനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയും പോയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്നതല്ലാതെ ഒരാരാധനയ്ക്ക് പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ 2 വർഷമായി എൻ്റെ ഭർത്താവിന് ഹിതകരമല്ലാത്ത ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഒരു വാക്ക് ഞങ്ങൾ തമ്മിൽ വിപരീതമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് കുടുംബജീവിതമില്ല. ഞാൻ 80ാമത്തെ വയസ്സിലാണ്, അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ ചില വാചകങ്ങൾ തുറന്നു പറയുക. 80ാം വയസ്സിലാണ്, ആ പ്രായം പരിഗണിച്ച് ക്ഷമിക്കണം. എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിന് തൊടാൻ പറ്റത്തില്ല, ഭയമാണ്. ആ ഭയം കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റത്തില്ല. 2 വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷെങ്കിൽ ഞങ്ങൾക്കൊരു കുടുംബജീവിതമില്ല. ഇങ്ങനെ എത്ര നാൾ പോകും? ഡോക്ടറെ കണ്ടു, അവർക്ക് ചികിത്സ ഒന്നുമില്ല, ഞങ്ങൾക്ക് കുടുംബജീവിതമില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞെ എനിക്കറിഞ്ഞുകൂടാ, നിന്നിൽ വ്യാപരിച്ചത് ദൈവാത്മാവും മറ്റവനിൽ വേറൊരാത്മാവുമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. അതുകൊണ്ടാകാം, പക്ഷേ ഇനി എന്തെങ്കിലും മാർഗമുണ്ട് പറഞ്ഞുകൊണ്ട്, നിൻ്റെ നിർബന്ധ സാഹചര്യത്തിൽ നീ ചെയ്തത്, അതുകൊണ്ടുള്ള ശിക്ഷയാന്ന് കൂട്ടിക്കോ. കഴിഞ്ഞ 2 കൊല്ലം അതിൻ്റെ ശിക്ഷയാണ്. കഴിഞ്ഞ 2 വർഷം ഒന്ന് കൂട്ടിക്കോ. നീ അദ്ദേഹത്തോട് സംസാരിക്കുക. അദ്ദേഹം സത്യമായി യേശുവിനെ അറിയുമെങ്കിൽ ഈ ദുരാത്മാവ് അവനിൽ നിന്ന് മാറി ദൈവാത്മാവ് അവൻ്റെ മേൽ വരും. അങ്ങനെ വന്നാൽ കുറഞ്ഞ പക്ഷം ഈ ദുരാത്മാവ് മാറിക്കിട്ടിയാൽ ആ ഭയം മാറും, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. പക്ഷേ അങ്ങനൊരു ഈസിയായി അവർ 2 പേരും കൂടെ ബാംഗ്ലൂർ വന്നു. അവൾ പണ്ട് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സ്നേഹിതരുടെ ആരുടെയോ കൂടെ 2 ആഴ്ചയോളം താമസിച്ചു. ആദ്യത്തെ 2 ദിവസം കൊണ്ട് ആ പുരുഷന് കാര്യം മനസ്സിലായി. അവനോട് കൂടുതലൊന്നും പറഞ്ഞു മനസ്സിലാക്കണ്ടായിരുന്നു. അവൻ്റെ ഭയവും വിറയിലും അവനറിയായിരുന്നു, ഇത് വേറൊരാത്മാവാണ്, ജീവിക്കാൻ ഒക്കുകയില്ല. അവൻ യേശുവിനെ അംഗീകരിച്ചു. ഒരലർച്ചയോടെ പഴയ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. തുടർന്ന് നമ്മുടെ കുളത്തിൽ ഞാൻ അവനെ സ്നാനപ്പെടുത്തി. ഇന്നവർക്ക് മക്കളുണ്ട്, ജീവിതം നടന്നു. 2 വിപരീത ആത്മാക്കൾ ഒരുമിച്ച് പോകത്തില്ല. ഈ ആശയം കിട്ടുന്നുണ്ട്. 1-ലധികം കേസിൽ എനിക്കിതറിയാം.
80 വയസ്സ് വരെ ആത്മമണ്ഡലത്തിൽ വളരാൻ കർത്താവ് കൃപ തന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഈ പെൺകുഞ്ഞിൻ്റെ കൂടെ താമസിക്കുവാൻ മറ്റവനെ കൊണ്ടൊക്കത്തില്ല. അത് ഡെന്നീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, പാസ്റ്റർ ഡെന്നീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹവും അറിഞ്ഞിട്ടുള്ളതല്ല ഒരു കാര്യം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരു 4-5 മാസത്തിനകം, 4-5 മാസമായി കാണുകയില്ല, നമ്മുടെ ചർച്ചിലുള്ള ഒരു സഹോദരി മോഹിനി എന്നെ വിളിച്ചു. എന്നെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, പണ്ട് വഴക്കുണ്ടാക്കി ചർച്ചിൽ നിന്ന് പോയ ഒരു 3-4 പെൺപിള്ളേരും അവരുടെ അമ്മയും കൂടെ ഉണ്ടല്ലോ, അവരിലൊരു പെണ്ണിന് പാസ്റ്ററെ കണ്ടേ തീരൂ, ക്ഷമ ചോദിക്കാൻ വേണ്ടി പാസ്റ്ററുടെ അടുക്കൽ വരുന്നുണ്ട്. ക്ഷമ ചോദിക്കാനൊന്നും സത്യത്തിൽ എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോട് പറഞ്ഞു ക്ഷമ ചോദിക്കാനാണ്. പാസ്റ്ററെ കണ്ടേ തീരൂ, ഒന്ന് അനുവാദം കൊടുക്കണം. ഞാൻ പറഞ്ഞു ശരി, കണ്ടേച്ചു പോകാൻ പറഞ്ഞു. വന്നത് 3 പെൺപിള്ളേരും അവരുടെ ഭർത്താക്കന്മാരും കൂടെ. ഏറ്റവും ഇളയ മോളാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്. അവൾ വന്നേച്ച് പറഞ്ഞു ഇവിടെ ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പോയതാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. വഴക്കുണ്ടാക്കിയത് 10-12 വർഷത്തിന് മുമ്പ്. അന്ന് ഇവൾ കൊച്ചു പെണ്ണ. വഴക്കുണ്ടാക്കിയ സമയത്തുള്ള ചീത്തയെല്ലാം പറഞ്ഞു കാണും, ഉള്ള വൃത്തികേട് എല്ലാം പറഞ്ഞു കാണും. കൊച്ചു പെണ്ണല്ലേ, പറഞ്ഞേച്ച് പോയതാ. ഞാൻ വളർന്നു, എൻ്റെ വിവാഹം കഴിഞ്ഞു 1 വർഷമായി, ഇന്നു വരെ കുടുംബജീവിതം നടന്നിട്ടില്ല. എൻ്റെ ഭർത്താവ് എന്നേക്കാൾ ആത്മീയനാണ്. എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം നടക്കുന്നില്ല എന്ന് അദ്ദേഹം അന്വേഷിച്ച് അയാളെയും കൂടെ കൊണ്ടാ വന്നേ സംസാരിച്ചപ്പോൾ പാസ്റ്ററെ ചീത്ത പറയിച്ചു പോയതാണെന്ന് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കാൽക്കൽ വന്ന് കുമ്പിട്ട് ഞങ്ങളൊരു കൊച്ചു സ്തോത്ര കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്, ദയവായി അത് വാങ്ങി ഈ പെണ്ണിൻ്റെ തലയിലൊന്ന് കൈവച്ച്. ഞാൻ പറഞ്ഞു ബ്രദറെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങളന്ന് ചെയ്ത അത്ര കട്ടിയ, അതുപോലെ കട്ടിയ. എനിക്ക് സത്യമായി നിങ്ങളോട് ഒരു പ്രയാസവുമില്ല, പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സഭ പൊട്ടിക്കുന്നവനെ സാധാരണ കർത്താവ് വിടാറില്ല. മറ്റേ 2 പെൺപിള്ളേരും കൂടെ ഞങ്ങളുടെയും കേസ് അത് തന്നെ. ഞങ്ങൾക്ക് കുടുംബജീവിതം നടക്കുന്നുണ്ടെങ്കിലും സന്തോഷകരമല്ല. സന്തോഷകരമായൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഒറ്റ കാരണം, ജീവിതത്തിൽ നാകെ കണ്ടുപിടിക്കാൻ കഴിയുന്ന അമ്മയുടെ പ്രോത്സാഹനത്തിൽ ഞങ്ങൾ അമ്മയത്തും പോയി. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ചർച്ച് വഴക്കിട്ടു. ഇത്രയും ഓർമ്മയുണ്ട്, അമ്മ വഴക്കിട്ടു. അതുകൊണ്ട് ഞങ്ങളും കൂടെ നിന്ന്. വേറൊന്നുമില്ല. ക്ഷമിക്കണം. 3 പേരും വെവ്വേറെ സ്വോത്രാഴ്ചകൾ തന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു 1 ആഴ്ച കഴിയുമ്പോൾ എന്നെ വിളിക്കണം, എന്നിട്ട് നിങ്ങളുടെ ജീവിതം നോർമലായി എന്ന് പറയണം. 1 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞ് നോർമൽ. ചില ശാപങ്ങൾ ചിലതിൻ്റെ മേൽ കാണും. 2 ആത്മാക്കൾ, ഇദ്ദേഹം ഇന്ന് അറിയുന്നേ, ആരോടും പറയണ്ട എന്ന് ഞങ്ങളും കണ്ടു മിണ്ടാതിരിക്കുക. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. 2 ആത്മാക്കൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ക്ഷമിക്കണേ, അതൊരു ബ്രാക്കറ്റിൽ അങ്ങോട്ടങ്ങ് മാറ്റിയിടുക. വീണുപോയ ദൂതന്മാർക്ക് മനുഷ്യപുത്രിമാരെ കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യം. ദൈവത്തെങ്കിൽ നിന്ന് വീണുപോയ ദൂതന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ വിവാഹം കഴിക്കണം എന്നവർക്കൊരു തോന്നൽ. ബോധിച്ചവരെ ഒക്കെയും ഭാര്യമാരായി എടുക്കണം. എന്തിനു വേണ്ടിയാണെന്നറിഞ്ഞാൽ ഇപ്പം ബുദ്ധിമുട്ടാണ്, തൊട്ടുവിട്ടേക്കാം. ദൈവം സൃഷ്ടിച്ച ദൈവിക മാനുഷിക DNA അല്ലാതെ വേറൊരു DNA പുറത്തു കൊണ്ടുവരാൻ. ഇതെത്ര പേർക്ക് മനസ്സിലാകും അറിഞ്ഞുകൂടാ. ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ, അതിനൊരു DNA ഉണ്ട്. ആ DNAക്ക് വെളിയിൽ ദൈവസൃഷ്ടി അല്ലാത്ത വേറൊരു സൃഷ്ടിയെ ഭൂമിയിൽ കൊണ്ടുവരണം. അത് വേണമെങ്കിൽ വീണുപോയ ദൂതന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം കഴിക്കണം. ഇതിൻ്റെ 2ൻ്റെ DNA അല്ല, വേറൊരു DNA പുറത്തു വരും. അവർ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണം എന്നവർ തീരുമാനിച്ചു. അത്രയും ഭാഗം മനസ്സിലാകാത്തൊരു വിട്ടേക്ക്, നിങ്ങൾക്കുള്ളതല്ല. പക്ഷെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ തൊടാൻ മറ്റവനെ കൊണ്ട് പറ്റില്ല. കിട്ടുന്നുണ്ടോ? ഈ പെണ്ണെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. സൗന്ദര്യമൊക്കെ വേറെ കാര്യം. ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള ഒരു പെൺകുട്ടിയെ തൊടാൻ ഒരു ദുഷ്ടശക്തിയെ കൊണ്ട് ഒക്കുകയില്ല. ഈ പിള്ളേരുടെ സാദൃശ്യവും സ്വരൂപവും മാറ്റണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ പോവാം, എന്നോട് ക്ഷമിക്കണം. ഒരൊറ്റ വ്യക്തിയെ എയിം ചെയ്യല്ല, ഒരാളിനെ പോലും വിടുകയുമല്ല. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി
ചാവുകടൽ ലിഖിതങ്ങളിൽ ആരംഭകാല ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വന്ന ദൂതന്മാർ പല പണികൾ കാണിച്ചു. പല പല പണികൾക്ക് ശേഷം അവർക്ക് മനുഷ്യനോട് ഒരുമാതിരി ബന്ധമായി. ഞാൻ പണികളും ചിലത് തുടരാം. ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിച്ചു. അതിൻ്റെ പുറകിൽ പല അധ്യായങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വിടുക. ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിച്ചു. പണ്ട് കൃഷി ചെയ്താൽ ഒരു വർഷത്തേക്കുള്ള കോതമ്പ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീണുപോയ ദൂതന്മാർ മനുഷ്യരൂപത്തിൽ വന്നു. അവർ കാണിക്കുന്ന മാർഗപ്രകാരം നമ്മുടെ ഭാഷയിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ 10 കൊല്ലത്തേക്കുള്ള കോതമ്പ് ഒരുമിച്ച് വിളയും. 10 ഇരട്ടി വിളവായി. പക്ഷേ കോതമ്പ് എവിടെ കൊണ്ടുവെക്കും? വെക്കാൻ സ്ഥലമില്ല. ഇന്നത്തെ സ്റ്റോറേജ് സിസ്റ്റം ഇല്ല. മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ചാരായം ഉണ്ടാക്കി വെച്ച് ചാരായം കുടിച്ചതോടെ പിള്ളേർക്ക് അഹങ്കാരമായി. ഇപ്പം പിള്ളേർക്കായിരുന്നു കൂടുതൽ. അത് കുടിച്ചാൽ ഇന്നും അവർക്ക് കൂടുതൽ അഹങ്കാരമായി. അഹങ്കരിച്ച പെൺപിള്ളേരോട് പറഞ്ഞു, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരാം. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ചുണ്ടയിൽ ചായം തേച്ചു. പക്ഷെ ദൈവത്തിൻ്റെ സാദൃശ്യം കുറഞ്ഞു. 10 വിരലുകളിൽ ചായം തേച്ചു. ചാവുകടലത്തിലോട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. 10 വിരലുകളിൽ ചായം തേച്ചു. അതോടുകൂടെ ദൈവത്തിൻ്റെ സാദൃശ്യം വീണ്ടും കുറഞ്ഞു. 3 ആഭരണങ്ങൾ അണിയിച്ചു. അതോടെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്ന് ഇനിയും വീണുപോയി പൈശാചിക സാദൃശ്യത്തോടെ അടുത്തു. തുടർന്ന് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു. അതോടെ ആഭരണങ്ങൾ ശരീരത്തു നിന്ന് തെറിച്ചു. ചാരായം കുടിച്ച് ആഭരണം ഇട്ട് നൃത്തം ചെയ്താൽ ആഭരണങ്ങൾ തെറിക്കും. അത് ഉറപ്പിക്കുവാൻ എന്ന വ്യാജേന ചെവിയേലും മൂക്കേലും കിഴുത്തയിട്ടു. അതോടെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും പോയി കഴിഞ്ഞു. ഇനി ബോധിച്ചതിനെ കല്യാണം കഴിക്കാം. ഇതിനിവൻ കാണിച്ച വേലയാണ്. അങ്ങനെ മനുഷ്യ പെൺകുട്ടികളെ നശിപ്പിച്ചു. ബോധിച്ചവരെ ഒക്കെയും വിവാഹം കഴിച്ചു. ഈ വേലയൊക്കെ കാണിച്ചു. മൃഗങ്ങളുമായി വ്യഭിചരിച്ചു, പക്ഷികളുമായി വ്യഭിചരിച്ചു ഈ വീണുപോയ ദൂതന്മാർ. ഈ സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം ചെന്ന് എബ്രിയേൽ, മീഖായേൽ, ഉറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. കർത്താവേ, അങ്ങയുടെ കോളനിയായി അങ്ങുണ്ടാക്കിയ ഭൂമി, അങ്ങയുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അങ്ങയുടെ വൈസ്രോയിമാരായി അങ്ങുണ്ടാക്കിയ മനുഷ്യനും വന്നൊന്ന് കാണ്. അങ്ങുണ്ടാക്കിയ മൃഗങ്ങളെയും അങ്ങുണ്ടാക്കിയ ജന്തുക്കളെയും വന്നൊന്ന് കാണ്. അങ്ങനെ യഹോവയായ ദൈവം പാപം കാണാൻ 2ാം പ്രാവശ്യം ഇറങ്ങി വന്നു. ആദ്യം പാപം കാണാൻ ഇറങ്ങി വന്ന ഏദൻ തോട്ടത്തിലാണ്. അതാര് പറഞ്ഞിട്ടാന്ന് അറിഞ്ഞുകൂടാ. എല്ലാ ദിവസവും ദൈവം കൂടെ ദൈവം വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന് കണ്ടതാണ്. പാപം കാണാൻ ആദ്യം വന്നത് ഏദൻ തോട്ടത്തിലാണ്. ആ 1ാമത്തെ വീഴ്ചയെ മനുഷ്യവർഗത്തിൻ്റെ 1ാം വീഴ്ചയെന്ന് വിളിക്കും. 2ാമത്തെ പ്രാവശ്യം പാപം കാണുവാൻ വേണ്ടി ഇറങ്ങി വന്നത് നോഹയുടെ കാലത്താണ്. ആ വന്നതിനെക്കുറിച്ചാണ് ഈ ചരിത്രം പറയുന്നത്. യഹോവയായ ദൈവം പാപം കാണേണ്ടതിന് 2ാം പ്രാവശ്യം ഇറങ്ങി വന്നു. മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിനാൽ താൻ അനുതപിച്ചു. വേണ്ടായിരുന്നു. എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ ഇതുപോലെ പോയല്ലോ, വേണ്ടായിരുന്നു. ഒരു തോന്നലായി. തുടർന്ന് ദൈവം നോഹയോട് പറഞ്ഞു, നിന്നെ ഒരുത്തനെ നിൻ്റെ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നു. ചാവുകടൽ ലിഖിതങ്ങളിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ സൂചനയെങ്കിലും വേണം. നീതിമാനായി കണ്ടുവെന്ന് എഴുതിയിരിക്കുന്ന പദം തമിയം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് ഈ ഭാഗം തൊട്ടെങ്കിൽ ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. തമിയം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. തമിയം എന്ന വാക്കിൻ്റെ യഥാർത്ഥ എബ്രായ വാക്ക്, തമിയം എന്ന എബ്രായ വാക്കിൻ്റെ യഥാർത്ഥ നീതിമാൻ എന്നല്ല. ഹൂ കീപ്പ് അപ്പ് ഒറിജിനാലിറ്റി. ദൈവം സൃഷ്ടിച്ച സാദൃശ്യവും ദൈവം സൃഷ്ടിച്ച സ്വരൂപവും ദൈവം സൃഷ്ടിച്ച DNA-യും രക്തവും നിലനിർത്തുന്നതായി ഒറ്റ കുടുംബമേ ഉള്ളത് നോഹയാണ്. ബാക്കി മുഴുവൻ തെറിച്ചു. മൃഗത്തിനും ചായം തേച്ചു. നമുക്ക് കണ്ടില്ലേ, കാളയുടെയും കഴുതയുടെയും കൊമ്പയെ കൂടെ ചായം അടിച്ചല്ലേ ഇവിടെ. എല്ലാം വീണു. അടുത്ത പറഞ്ഞു, നോഹേ, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണി, കയറിക്കോ അതിനകത്തോട്ട്, ബാക്കിയെ ഞാൻ തീർക്കാൻ പോവാം. എന്നിട്ട് പറഞ്ഞു, ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ഈ 2 ആണും പെണ്ണുമായി അകത്തോട്ട് കയറ്റിയേക്ക്. ശുദ്ധിയുള്ളതൊന്നും ശുദ്ധിയില്ലാത്തതെന്നും പറയാൻ അന്ന് മോശയുടെ ന്യായപ്രമാണം വന്നിട്ടില്ല, മറക്കല്ലേ. ശുദ്ധിയുള്ളതൊന്നും ശുദ്ധിയില്ലാത്തതെന്നും വേർതിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിനാണ്.
അന്ന് ദൈവമായി പറഞ്ഞു കൊടുക്കുക, ഇന്ന മൃഗം ശുദ്ധിയുള്ളതാണ്, ഇന്ന മൃഗം ശുദ്ധി ഇല്ലാത്തതാണ്. ഇതൊക്കെ മോശയുടെ ന്യായപ്രമാണത്തിലാണ് നമ്മൾക്ക് കിട്ടുന്ന. മോശ ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ശുദ്ധിയുള്ളതിനും ശുദ്ധിയില്ലാത്തതിനും ദൈവം തിരിച്ചു. നോഹയോട് പറഞ്ഞു, മുഴുവൻ മൃഗങ്ങളെയും പക്ഷികളെയും നിൻ്റെ മുന്നേ കൂടെ വിടും. ഇതിനകത്ത് വ്യഭിചാരം ചെയ്യാത്ത, DNA പെശകില്ലാത്ത ഓരോ പേരിനെ മാത്രം കയറ്റ്. ഇന്ന വർഗങ്ങളിൽ നിന്ന് 7 പേരിനെ ചെക്ക് ചെയ്തേ കയറ്റാവും. അങ്ങനെ നോഹ ചെക്ക് ചെയ്ത് വിശുദ്ധി അശുദ്ധിയിൽ നിന്ന് അകന്നു മാറിയതിനെ മാത്രം പെട്ടകത്തിൽ കയറ്റി. ഈ പദം കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, നോഹയുടെ കാലത്ത് നടന്ന പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിൽ ചെക്ക് ചെയ്ത് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് കയറ്റി. യഹോവയെ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു, മഴയും ആരംഭിച്ചു. ദൈവത്തിന് വേണ്ടാത്തതിനെ മുഴുവൻ കൊന്നു തീർത്തു. ചിലർ പറയാറുണ്ട് ദൈവം വംശനാശം കൽപ്പിക്കും. എടാ, വംശനാശം നീ വരുത്തിയതാ, അതിൻ്റെ പരിണിതമാണ് മറ്റേത്. ഞാനിപ്പോൾ തോക്കെടുത്ത് എന്നെ തന്നെ വെടിവെച്ചെന്നിരിക്കട്ടെ, എന്നിട്ട് ആശുപത്രിയിലോട്ട് ചത്തുപോയ ഡോക്ടർമാരെല്ലാം കൂടെ കൊന്നെന്ന് പറയുന്നു. എടോ ചുമ്മാടോ, ഞാനാ കൊന്നത്. ഡോക്ടർ ഇത് കണ്ടു നിന്ന ദൃക്സാക്ഷിയാണ്, മൂകസാക്ഷി. അതിൽ കൂടുതലൊന്നും ഡോക്ടർക്കില്ല. ഞാൻ പോയി വഴക്കിട്ട് 2 കുത്തും വാങ്ങിച്ചുകൊണ്ട് ചെന്ന്, കടാരിക്കുള്ള കുത്ത്. എന്നിട്ട് ഇനി ആശുപത്രി ചികിത്സിച്ച് ചത്തുപോയി. ഡോക്ടറെ കുറ്റമെന്ന് പറഞ്ഞാൽ അല്ലടോ എൻ്റെ കുറ്റം, ഞാൻ കുത്തും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നതല്ലേ. ദൈവം വർഗനാശം വരുത്തിയതല്ല, നീ കടിച്ചു വെച്ചതിൻ്റെ പരിണിതം സംഭവിച്ചതാണ്. വർഗനാശം സംഭവിച്ചു. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും വേണ്ടിയത് വെളിയിലോട്ടിറങ്ങി. യഹോവയായി ദൈവം വീണ്ടും നോഹയെ വന്ന് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച വാക്ക് ഓർമ്മയുണ്ടോ? സന്താനവിഷ്ടനായി പെരുകുക. പക്ഷേ മലയാളത്തിലെ ആ പദം കൊണ്ട് തന്നെ വിടരുത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒഫീഷ്യൽ ബൈബിൾ എന്ന് പറയുന്നത് കിങ് ജെയിംസ് വെർഷനാണ്, KJV-ക്കകത്ത് പറയുന്നത് റീപ്ലനീഷ് എന്നൊരു വാക്കാണ്. റീപ്ലനീഷ്. ആദമിനും ഹവയോടും പറഞ്ഞത് റീപ്ലനീഷ്, വീണ്ടും സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. ആദമഹവമാർ എവിടുന്ന് എന്നെ സന്താനപുഷ്ടി വീണ്ടും എന്ന് പറയാനുള്ള കാരണം എന്നാ? അവരിതിനു മുമ്പ് ഇവിടെ നിറഞ്ഞിരുന്ന കാര്യം കണ്ടിട്ടേ ഇല്ലല്ലോ, പിന്നെ എന്നെ റീപ്ലനീഷ്. മോനെ ആദമേ, നീ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ പണ്ട് ലൂസിഫറിൻ്റെ കാലത്ത് ഇവിടെ മുഴുവൻ നിറച്ച ആളായിരുന്നടാ. ഇവിടെ മുഴുവൻ നിറച്ചും ലൂസിഫറിൻ്റെ ജനമുള്ള ആളുകളാണ്. അന്നുണ്ടായിരുന്ന മൃഗങ്ങളും അന്നുണ്ടായിരുന്ന പക്ഷികളും എല്ലാം ഉണ്ട്. ഇത് നിറഞ്ഞിരുന്ന ഒന്നാ. അതിനെ മുഴുവൻ ഞാൻ തുടച്ചു നീക്കി. ഇനി നിന്നെ ഭാര്യയും കൂടി ഇങ്ങോട്ടാക്കുക, വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുകുവാൻ. ഇതേ വാക്കാണ് നോഹയോട് ആരംഭിച്ചത്. നോഹ, നീ കണ്ടതാ, ഈ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീ കണ്ടതാ. ആദം കണ്ടതല്ല, നീ കണ്ടതാ. ഞാൻ നിന്നോട് പറയാം, വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, നിറയ്ക്ക്. ഞാൻ ഇന്നു മുതൽ, ആദം മുതൽ നോഹ വരെയുള്ള കാലം തൂത്തുകളഞ്ഞു. അത് പോയി, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നോഹ സ്റ്റാർട്ട് ചെയ്തു. നോഹ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരിക. മുന്തിരിത്തോട്ടങ്ങൾ ഒത്തിരി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് വന്നത്. ഞങ്ങൾ രണ്ടുപേരും കൃഷിക്കാരല്ല. ഞങ്ങൾക്ക് മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലെങ്കിലും മുന്തിരി കൃഷി കണ്ടിട്ടുണ്ട്. മുന്തിരി നട്ടാൽ 5-ാം കൊല്ലമേ ഒരു പഴമേലും കായ്ക്കത്തുള്ളൂ. മോശയ്ക്ക് ആ കൊല്ലം കിട്ടി. മുന്തിരി സാധാരണഗതിയിൽ നന്നായി കായ്ക്കണമെങ്കിൽ 10 കൊല്ലമെങ്കിലും എടുക്കും. നോഹയുടേത് ആ കൊല്ലം കായ്ച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഭൗതിക നന്മ പിശാചിൽ നിന്നാണ് വന്നത്, ദൈവത്തിങ്കിൽ നിന്നല്ല. പോട്ടപ്പ പുള്ളി പറിക്കരുതാത്തത്രയും പറിച്ചു, പിഴിയരുതാത്തത്രയും പിഴിഞ്ഞു, കുടിക്കരുതാത്തത്രയും കുടിച്ചു. വല്ലാത്തത് ബോധക്ഷയമായി കിടക്കരുതാത്തതുപോലെ കിടന്നു. വരുതാത്ത സമയത്ത് മോൻ വന്ന് പിടിക്കരുതാത്തതുപോലെ പിടിച്ചു. നോഹയ്ക്ക് വിവരം പിടികിട്ടിയപ്പോൾ എഴുന്നേറ്റ് ഒറ്റ ശാപവും വെച്ചു കൊടുത്തു. ആ ഒരു വാക്ക് മതിയായിരുന്നു വീണ്ടും ഭൂമി പഴയ പൈശാചിക അധികാരത്തിൽ പോകാൻ. കഴിഞ്ഞു. ബൈബിൾ പറയുന്നു, വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യപുത്രന്മാരുടെ അടുക്കൽ വന്നു, അവർക്ക് മക്കൾ ജനിച്ചു. ഞാൻ ഒരു സംശയം കൂടി ഇവിടെ റൂൾ ഔട്ട് ചെയ്തു പോകാം. പെന്തക്കോസ്തൽ പിതാക്കന്മാരിൽ ചിലർ, പിതാക്കന്മാരുടെ കാലത്ത് അങ്ങനെ പറഞ്ഞ ഓർമ്മ എനിക്കില്ല. കഴിഞ്ഞ ഒരു 50 കൊല്ലമായിട്ട് കുറച്ച് പേരൊക്കെ പിതാക്കന്മാരായല്ലോ, ഈ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശേത്തിൻ്റെ വംശത്തെയാണ് വിശുദ്ധ സ്ത്രീകളെന്ന് വിളിക്കുന്നത്, കായേൻ്റെ വർഗത്തെയാണ് അശുദ്ധ പുരുഷന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നവിടെ പറയുന്നത് ശേത്തിൻ്റെ മക്കളെയും മനുഷ്യ പെൺകുട്ടികളെന്ന് പറയുന്നത് കായേൻ്റെ മക്കളെയുമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് മനുഷ്യനല്ലേ ജനിക്കുകയുള്ളൂ. ശേത്തിൻ്റെ മക്കൾ പോലും ആദാമിൻ്റെ മക്കൾ പോലും 2 മനുഷ്യർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്നത് മനുഷ്യനല്ലേ ഉണ്ടാവുകയുള്ളൂ.
പക്ഷെ ഇവിടെ ഉണ്ടായത് രാക്ഷസന്മാരാ, ഇവിടെ ഉണ്ടായത് രാക്ഷസന്മാരാ, DNA വേറെയാ. അതുകൊണ്ട് നിശ്ചയമായും വീണുപോയ ദൂതന്മാർ തന്നെയാണ്. ഇതിനകത്ത് ഞാൻ കോട്ടയത്ത് നിന്നാണ് പറയുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് ഒരു സംശയം വരാനുള്ളത്, യേശുക്രിസ്തുവിൻ്റെ ഒരു പദമുണ്ട്, പുനരുത്ഥാന ജീവിതത്തിൽ അവർ ദൂതന്മാർക്ക് തുല്യരാണ്, ആരും വിവാഹത്തിന് കൊടുക്കുകയോ, വിശുദ്ധ ദൂതന്മാർക്ക് തുല്യരാണ്, ആരും വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹത്തിന് എടുക്കുകയോ ചെയ്യുന്നില്ല. വിവാഹത്തിന് കൊടുക്കുന്നില്ലെന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, വിവാഹത്തിന് എടുത്തുമില്ല കൊടുത്തുമില്ല മാത്രമേ എഴുതിയിട്ടുള്ളൂ. കഴിവില്ലാത്തവരാന്ന് എഴുതിയിട്ടില്ല. ദൂതന്മാർക്ക് കഴിവുണ്ട്. ദൂതന്മാരെന്ന് പറയുന്നത് കോടി കോടി വർഗത്തിൽപ്പെട്ടവരുണ്ട്. അവരിൽ പുത്രോത്പാദനത്തിന് കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരും കണ്ടേക്കാം. വിശുദ്ധ ദൂതന്മാരതിന് മുതിരുന്നില്ല. ഇത് ഒന്നുകൂടെ തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. വർഷങ്ങൾക്ക് മുമ്പേ ബാംഗ്ലൂരിലെ കോർട്ടിൽ ഒരു കേസുണ്ടായി. ഏത് ചർച്ചയിൽ നിന്ന് ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാം അറിയും, അവരുടെ ചർച്ചയിൽ നിന്ന്. ഭാരതത്തിൽ മൊത്തം പ്രസിദ്ധനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ വിശുദ്ധിയും വേർപാടും ഭയങ്കര നിഷ്കർഷയാണ്. കേരളത്തിൽ മുഴുവനും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. വിശുദ്ധിയും വേർപാടും ഭയങ്കര ഗൗരവമാണ്. ആ മനുഷ്യൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പദം പറഞ്ഞ് ഒരു വാക്ക് പഠിപ്പിച്ചു. യേശു വിവാഹം കഴിക്കാതെ ജീവിച്ചത് തൻ്റെ വിശുദ്ധിയെ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആണെന്നോ അല്ലെന്നോ എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പഠിച്ചതാണ് തൻ്റെ വിശുദ്ധിയെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു അവിവാഹിതനായി കഴിഞ്ഞു. ഈ ആളെ ഒന്ന് പുറത്താക്കാൻ അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവരുടെ സെക്രട്ടറി അവർക്ക് തുടങ്ങുന്നു. അയാൾ പറഞ്ഞല്ല, യേശു ദൈവമായിരുന്നത് കൊണ്ട് വിവാഹത്തിനുള്ള കഴിവില്ലായിരുന്നു. പാസ്റ്റർ മേല പറയരുത് വിവാഹം കഴിക്കാതിരുന്നത് വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അല്ല, അദ്ദേഹം ദൈവമായിരുന്നത് കൊണ്ട് അതിനുള്ള കഴിവില്ലായിരുന്നു. അതങ്ങനെ വേണം പഠിപ്പിക്കാൻ. പാസ്റ്റർ പറഞ്ഞ അങ്ങനല്ല, കഴിവുണ്ടായിരുന്നു, പക്ഷേ യേശു വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇയാൾ കോടതി കൊണ്ട് കേസ് കൊടുത്തു. ആ സെക്രട്ടറി, ചർച്ചിൻ്റെ സെക്രട്ടറി കോടതി കേസ് കൊടുത്തു. അവനെ ഞാൻ കണ്ടു. ആ കേസ് കൊടുത്ത സെക്രട്ടറി ചില വർഷങ്ങൾക്ക് മുമ്പേ കണ്ട. അയാൾ ഇപ്പോഴും ജീവനോടുണ്ട്. എന്നോട് പറഞ്ഞ് ഞാനാണ് ആ പുള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഇപ്പോഴേ പറഞ്ഞത് ഉപകാരമായി. തൻ്റെ കൂടെ ഞാൻ ചായ പോലും കുടിക്കാൻ വരത്തില്ല. ഞങ്ങളെല്ലാം കൂടെ ചായ കുടിക്കാൻ രാംബാബു വിളിച്ചതാണ്. രാംബാബുവിൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ ചെന്നപ്പോഴാണ് മറ്റവനും വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് എന്നെ പരിചയപ്പെടുന്നത്. ഞാൻ എന്നതാ പുള്ളി, ഞാൻ പറഞ്ഞത് നന്നായി, ഞാൻ ഇന്ന് ചെത്ത ചായക്ക് ഞാനില്ല, തൻ്റെ കൂടെ ചായ കുടിക്കാൻ ഞാൻ വരത്തില്ല. കാര്യം ഒരു ദൈവദാസനെതിരെ കോടതി കേസിന് പോയവനാ, തന്നെയല്ല ഒരു നശിച്ച വിധിയും കൊണ്ടാണ് വന്നത്. കോടതി ആകപ്പാടെ കേസ് പരിശോധിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും യേശുവിൻ്റെ ശരീരഘടന വിശദീകരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അതിപ്പോൾ എവിടെ ആവുന്നേ? രണ്ടുപേരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ല. കോടതി എഴുതി വെച്ചു, 2000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന യേശു എന്ന മനുഷ്യൻ പുത്രോത്പാദനത്തിന് കഴിവില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിരുന്നെന്ന് ഒരുത്തനും, അങ്ങനെയല്ല പുത്രോത്പാദനത്തിന് കഴിവുണ്ട് എന്ന് വേറൊരുത്തനും പറയുന്നു. രണ്ടു കൂട്ടരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാത്തത് കൊണ്ട് ഈ കോടതിക്ക് ഇതിനകത്ത് വിധി പറയാൻ കഴിവില്ല. അതായിരുന്നു കോടതിയുടെ വിധി. ഇതുപോലെ ഇന്നും പറയുന്നവരുണ്ട്, ദൂതന്മാർക്ക് കഴിവില്ലായിരുന്നു. ഉണ്ടായിരുന്നു. അവർ സ്ത്രീകളെ അശുദ്ധരാക്കി വിവാഹം കഴിച്ചു, മക്കൾ ജനിച്ചു. മനുഷ്യൻ്റെ രണ്ടാം വീഴ്ച നോഹയുടെ കാലത്തായിരുന്നു. അതോടുകൂടെ പല നഷ്ടങ്ങളുണ്ടായി, തൊടുന്നില്ല. വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാർ ഭൂമിയിൽ വന്നു. മന്ത്രവാദവും ആഭിചാരവും മറ്റു പലതുമായി മൂന്നാമതൊരു വീഴ്ച നടന്നു. അതാണ് നോഹയുടെ കാലം. നിമ്രൂദിൻ്റെ കാലം, ബാബേൽ കോട്ടയുടെ കാലം. മനുഷ്യൻ വീണ്ടും വരികയും ഭൂമിയുടെ ഭരണം പിശാചിന് കൊടുക്കേണ്ടതിന് വേണ്ടി മാന്ത്രിക ശക്തികളാൽ അവനെ ആകർഷിച്ചു കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവർ അങ്ങനൊരു ശക്തിയെ കൊണ്ടുവരാൻ തീരുമാനിച്ച് അങ്ങനെ പറഞ്ഞങ്ങ് പോകുക. അതിനുവേണ്ടി ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. ഞാൻ ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, അങ്ങനെയൊന്നും അല്ല, അതിൻ്റെ അർത്ഥമൊന്ന് മാത്രം പറയാം. ആകാശത്ത് മുട്ടാൻ അവിടെ ഒന്നും ഇല്ല. പിന്നെ എന്നാ ഈ പറയുന്നതിനല്ല അർത്ഥമുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിടുക. അവിടെ വെച്ച് യഹോവയായ ദൈവം പാപം കാണാൻ 3-ാം പ്രാവശ്യം വന്നു.
മൂന്നാം പ്രാവശ്യം വന്നേച്ചു പറഞ്ഞ് ഇവൻ പണിതാൽ നടക്കും. ഞാൻ ഒരു സൂചനയ്ക്ക് വേണ്ടി പറയാം. കോട്ടയത്തല്ലേ, വിദ്യാസമ്പന്നർ തന്നെയാണ്. ഒരു സൂചന മാത്രം പറയാം. ആകാശത്ത് മുട്ടുന്നത് എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പദം സ്ട്രോങ്ങിൻ്റെ കമൻട്രിയിൽ കൊടുത്തിട്ടുണ്ട്. വാക്കിൻ്റെ അർത്ഥം വേദപുസ്തകത്തിലെ ഓരോ വാക്കുകൾക്ക് നമ്പറിട്ട് സ്ട്രോങ്ങിൻ്റെ നമ്പർ ഉപയോഗിച്ചാണ് വേദപുസ്തകം പഠിക്കുന്നത്. പഠിപ്പിച്ച ആളാണ് സ്ട്രോങ്. വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഭാഷകൾ അങ്ങേയറ്റം പഠിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തരുന്ന ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്ട്രോങ് എഴുതിയിരിക്കുന്നത് ആകാശത്ത് മുട്ടുന്ന എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതല്ല, ആകാശത്തെ സ്വാധീനിക്കുന്നതെന്നാണ്. അന്നത്തെ വിശ്വാസം അനുസരിച്ച് അല്ല, പ്രായോഗികമായി കാർമേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ കറങ്ങുന്ന ഒരു മാജിക്കൽ ഹെവനുണ്ട്, മാജിക്കൽ സ്വർഗമുണ്ട്. മാന്ത്രിക ശക്തികൾ കൊണ്ട് അതിനെ നിയന്ത്രിക്കാം. കാർമേഘത്തേക്കാൾ ഉയരമുള്ള ഒരു ഗോപുരം പണിത് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിത് അതിൻ്റെ മേളിൽ ഈ മനുഷ്യ ശരീരത്തെ അണിയിച്ചതുപോലെയുള്ള ചില ഘടകങ്ങൾ, ചില വസ്തുക്കൾ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ പൈശാചിക ശക്തികൾ കണ്ട് ആകർഷിക്കപ്പെടുകയും അവർ ഭൂമിയിൽ വന്ന് ഭരണമേറ്റെടുക്കുകയും ചെയ്യും എന്നവർ പഠിപ്പിച്ചു. യഹോവയായ ഇത് കാണാൻ വേണ്ടി പ്രാക്ടിക്കലി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ഇത് നടക്കും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ മോനെ, 12 കിലോമീറ്റർ ഉയരമുള്ള ഗോപുരം പണിയാനുള്ള എഞ്ചിനീയറിംഗ് ഇന്ന് വരെ ഭൂമിയിൽ ഇല്ലടാ. 1 കിലോമീറ്ററുള്ള വലുപ്പമുള്ളത് ഇന്ന് വരെ പണിതിട്ടില്ല. ബുർജ് ഖലീഫയാണെന്ന് ഭൂമിയിലുള്ളതിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. അതിന് 853 മീറ്റർ ഉയരമുള്ളൂ. 853 മീറ്റർ ഉയരമേ ഉള്ളൂ. 1 കിലോമീറ്റർ ഇന്ന് വരെ ഇല്ല. 12 കിലോമീറ്റർ പണിയാൻ എഞ്ചിനീയറിംഗ് ആര് കൊണ്ടുവന്നു? ഇതിൻ്റെ നോഹവ് ആര് കൊടുത്തു? എഞ്ചിനീയറിംഗ് കൊണ്ട് തന്നെയായില്ല, ഇതിൻ്റെ നോഹവ് ആര് കൊടുത്തു? സാത്താൻ നേരിട്ട് കൊടുത്തതാണ്, ലൂസിഫർ നേരിട്ട് കൊടുത്തതാണ്. യഹോവ ഇറങ്ങി വന്ന് പണി കണ്ടേച്ചു പറഞ്ഞു നടക്കും, പക്ഷേ അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ദൈവം അവരെ ശപിച്ചു. ഭാഷ പിണക്കി, ഇപ്പം അത്രയും പറഞ്ഞങ്ങ് വിടുക. ഭാഷ പിണക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇന്നു മുതൽ എനിക്ക് ജനവുമായി ബന്ധമില്ല, ഞാനിവരെ തള്ളിയിരിക്കുന്നു. പൊക്കോ ഇവരെ തള്ളി. ഈ ജനവുമായി എനിക്ക് ബന്ധമില്ല. പക്ഷേ ഏദനിൽ ഞാൻ കൊടുത്ത ഒരു വാഗ്ദത്തം നിവർത്തമാണ്. അതിനെ മനുഷ്യൻ്റെ 3ാമത്തെ വീഴ്ച എന്നാണ് വിളിക്കുന്നത്. ബാബേൽ കോട്ടയെങ്കിൽ സംഭവിച്ചത് 3ാം വീഴ്ചയാണ്. അതോടുകൂടെ മുഴു ജനത്തെ ജാതി എന്ന് വിളിച്ചു തള്ളി. പക്ഷേ ഏദൻ തോട്ടത്തിൽ കൊടുത്ത ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ, സ്ത്രീയുടെ സന്തതിയായി വരണമെന്ന്. അത് നടക്കണമെങ്കിൽ എന്നെ എടുക്കും. അതുകൊണ്ടൊരു ഒറ്റപ്പെട്ട അബ്രാമിനെ വിളിച്ചു. അബ്രാമേ വാ, നീ എന്നെ അനുസരിക്കണം. മുഴു ലോകത്തെ ഞാൻ തള്ളിയിരിക്കുന്നു. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ഒരു കുറച്ച് സ്ഥലം ഞാൻ നിനക്ക് തരാം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു. ഭൂമിയുടെ ആകെ ആ വിസ്തീർണം, ഇന്നത്തെ കണക്കനുസരിച്ച് ഭൂമിയുടെ ആകെ വിസ്തീർണം 610 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. 610 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഭൂമിയുടെ, ഈ ഭൂമിയുടെയും കൂടെ സമുദ്രം ഒഴിച്ചാൽ ഭൂമിയുടെ ആകെ വിസ്തീർണം. ഇതിന്ന് അബ്രഹാമിനോട് പറഞ്ഞ് നിനക്ക് ഫ്രാത്ത് മുതൽ മഹാനദി വരെ തന്നേക്കാം എന്ന് പറഞ്ഞാൽ 22,000 കിലോമീറ്റർ ഉണ്ടത്, സ്ക്വയർ കിലോമീറ്റർ. വേറൊരു ഭാഷയിൽ എനിക്ക് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ആകെ ഭൂമിയെ 25 ലക്ഷം ഭാഗങ്ങളായി പകുത്താൽ അതിലെ ഒരു കഷണം നിനക്ക് തരാം. മുഴുവൻ ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി മുറിച്ചാൽ അതിലെ ഒരു കഷണം ഫ്രാത്ത് മുതൽ മഹാനദി വരെ നിനക്ക് തന്നേക്കാം, കൊണ്ടുപോകും. പക്ഷെ നീ എന്നെ അനുസരിച്ചോണം. നിൻ്റെ ഉടുപ്പ് ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം, നിൻ്റെ ഡ്രസ്സിങ് ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം. വിട്ടുപോകാനൊക്കത്തില്ല. നിൻ്റെ ശരീരത്ത് കളറടിക്കാൻ പറ്റത്തില്ല, നിൻ്റെ ശരീരത്ത് കിഴുത്തിടാൻ പറ്റത്തില്ല. സംശയമുള്ളവർ ലേവ്യ പുസ്തകം 18-ാം അധ്യായം വായിച്ചോണം. നീ വസ്ത്രം ധരിക്കുന്ന മെതേഡ് പറയാം, നീ ഓരോന്ന് കാണിക്കുന്ന പറഞ്ഞാൽ നീ എൻ്റെ വകയാണ്, മറ്റേ ജാതിയാണ്, ഞാൻ തള്ളി, എനിക്ക് വേണ്ട. നാളെ ഒരിക്കൽ ഞാൻ വീണ്ടെടുപ്പിൻ്റെ ചാൻസ് അവർക്ക് കൊടുക്കും. അന്ന് അവർ മടങ്ങി വന്നാൽ അവരെ ഞാൻ തിരിച്ചംഗീകരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് നിൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ആകെ ഭൂമിയുടെ 25 ലക്ഷം ഭാഗങ്ങളിൽ ഒന്ന് നിനക്ക് തരിക. അതിനകത്ത് നീ എൻ്റെ പ്രമാണം അനുസരിച്ചോണം. എനിക്കറിയാം നിൻ്റെ ഭാര്യ മച്ചിയ, തൽക്കാലം അങ്ങനെ അങ്ങോട്ട് തുടരെ, പിന്നെ ഞാൻ മക്കളെ തരും. അവർ വളരും. ഈ ഭൂമിയിൽ ഞാൻ അവരെ ഒന്നാമനാക്കും. ഇസ്രയേലിൻ്റെ ആകെ ജനസംഖ്യ
0.001% താഴെയാണ്. എന്നാലും വേണ്ടി ഇല്ല ആകെ ഭൂമിയിൽ ഇസ്രയേലിൻ്റെ ജനസംഖ്യ. പക്ഷേ ഇന്നുള്ള പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ 94% അവരുടെ ഇന്നാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുഗ്രഹിക്കുമെന്നാണ്. ഗണിതശാസ്ത്രത്തിൽ ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം 0 അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 0 എന്ന അക്കം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. എന്താ പറയുക, ഒരു പ്രധാന കണ്ടുപിടുത്തം റെഫറൻസ് പോയിൻ്റ്. അതുവരെ ഗണിതശാസ്ത്രത്തിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. 0 വന്നു, അതുകൊണ്ട് എല്ലാം ഫ്ലോട്ടിംഗ് റെഫറൻസ് ആയിരുന്നു. അന്ന് വരെ അതിനൊരു ബേസ് ഉണ്ടാക്കിയത് ഇന്ത്യ. ഓക്കെ, 0 മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മാത്രമല്ല നമ്മുടെ പ്രധാന കണ്ടുപിടുത്തം അതാണ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ പ്രയോജനപ്പെടുന്നതിൻ്റെ 94% ഇസ്രയേലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർക്ക് ആകെ കിട്ടിയത് 25 ലക്ഷം സ്ഥലത്തിൽ ഒരു കഷണമാണ്. ഇതിനകത്തോട്ട് താമസിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് അബ്രഹാമിന് ജനിച്ചു. അവിടെ മുതൽ അവരുടെ വളർച്ച ആരംഭിച്ചു. ഈ ജനത്തെയാണ് മിസ്രൈമിൽ കൊണ്ട് പാർപ്പിച്ചത്. വൈ? ഇവരെ വളർത്തണമെങ്കിൽ ഈ രണ്ടുപേരെ തന്നെ വളർത്താൻ നോക്കത്തില്ല. അവരെ മിസ്രൈമിൽ കൊണ്ട് നട്ട് അവിടെ അവരെ വളർത്തി. അതിനുവേണ്ടി ഒരു ജോസഫിനെ വേണ്ടി വന്നു, അതിനുവേണ്ടി യാക്കോബിനെ വേണ്ടി വന്നു. ഒക്കെ ഇന്ന് നമ്മൾ തൊടും. അവിടെ കൊണ്ട് താമസിപ്പിച്ചു. ഒരു സമയമായപ്പോൾ ദൈവം മോശെ എന്ന് പറയുന്ന ഒരുത്തനെ ജനിപ്പിച്ചു. മോശയോട് പറഞ്ഞു, മോശെ, എൻ്റെ ജനത്തെ ഞാൻ മിസ്രൈമിൽ കൊണ്ട് പാർപ്പിച്ച് അവരെ വളർത്താനാണ്. ഇപ്പോൾ അവർ വളർന്നു. നീ പോയിട്ട് ജനത്തെ അവിടുന്ന് വിടിവിച്ച് കൊണ്ടുവന്ന മോശ ഇപ്പം ഞാൻ തൊടും. അതുകൊണ്ടാണ് ഈ മോശയുടെ ഇത്രയും ചരിത്രം പറഞ്ഞ് മോശയുടെ ഇടയ്ക്ക് വന്ന് ഇനി നമുക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനെനിക്ക് നിന്നെ വേണം. ഞാനവരെ തിരിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ അവരോട് വാക്ക് പറഞ്ഞ കനാനിൽ പാർപ്പിക്കും. കനാനിൽ പാർത്തു വന്ന ജനത്തെ ദൈവം കൊടുത്തത് 22,000 സ്ക്വയർ കിലോമീറ്ററാണ്. അത്രയുമൊന്നും വരാൻ യോശുവയെ കൊണ്ടൊത്തില്ല. അത്രയൊന്നും കൊണ്ടുവരാൻ യോശുവയെ കൊണ്ടൊത്തില്ല. ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. അതിന് ഒരു ശപിക്കപ്പെട്ടവനെയാണ് വിളിച്ചത്. മോനെ, നിന്നെക്കൊണ്ട് ഒക്കുവിടാൻ ഞാൻ പറഞ്ഞത് ചെയ്യാൻ. കാര്യം നിന്നെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച കാലത്ത് നിനക്ക് ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. നീ സിംഹത്തോടും കരടിയോടും മല്ലിട്ടവനാണ്. നിനക്ക് ഭയമെന്ന ചിന്തയേ ഇല്ല. നീ മല്ലനോട് പോരിട്ട് ജയിച്ചവനാണ്. നിന്നെ ഞാൻ ട്രെയിനപ്പ് ചെയ്യായിരുന്നു. ഇന്ന് ഞാൻ കൊടുത്ത 22,000 കിലോമീറ്റർ ഇവർക്ക് പിടിച്ചു കൊടുക്കണമെങ്കിൽ നിന്നെക്കൊണ്ടേ പറ്റൂ, വേറൊരുത്തനെ കൊണ്ടേ ഒക്കത്തില്ല. നീ ഇത് ചെയ്യുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ശപിക്കപ്പെട്ട ഒരിടത്ത് കൊണ്ട് പിശാച് നിന്നെ ആക്കിയത്. നിങ്ങളിൽ ഒരുത്തനെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങളെ നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നശിപ്പിക്കും. എന്നെ നശിപ്പിച്ചാലും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ കർത്താവ് സമയമാകുമ്പോൾ പോക്കിയിരിക്കും. 2 സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നമ്മളിലാണ് നടക്കുന്നത്. നമ്മളിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇതിന് ഒരഭിഷേകമില്ലാതെ പറ്റത്തില്ല. ദാവീദേ, അങ്ങയ്ക്കൊരു അഭിഷേകം വേണം. ആ അഭിഷേകം നിസ്സാരമല്ല. നിൻ്റെ മേലുള്ള ശാപങ്ങൾ പൊട്ടിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആദ്യം തരുന്നത്. ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കുന്നു. അവനെക്കുറിച്ച് ദുഃഖിക്കുന്നത് എത്രത്തോളം. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഈശായിയുടെ അടുക്കലയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. മലയാളത്തിൽ ഒരു രാജാവിനെ കണ്ടു എന്നേ ഉള്ളൂ. കിങ് ജെയിംസ് വെർഷനിൽ ഐ ഫൗണ്ട് എ കിങ് ഫോർ മീ. എനിക്ക് വേണ്ടി ഞാൻ ഒരു രാജാവിനെ കണ്ടു. ഇവനെ എനിക്ക് വേണ്ടി ഭരിക്കും. ഈ പകൽ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ? ഈ പകൽ എൻ്റെ ജീവിതം ബഥേൽ ചർച്ചിന് വേണ്ടിയോ? ഞാൻ അതിൻ്റെ പാസ്റ്റർ അതുകൊണ്ടാണ് പറഞ്ഞത്. ബഥേൽ ചർച്ചിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ? ഈ പകൽ എൻ്റെ ജീവിതം എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ? രണ്ടുപേരും ഭരിക്കുന്നത് ഒരേ ജനത്തെയാണ്. ഒരുവൻ്റെ ഉദ്ദേശം ജനത്തെ നന്നാക്കണം, എനിക്ക് നന്നാകണം. വേറൊരു ഉദ്ദേശം ജനത്തെ ഭരിക്കണം, പക്ഷെ ദൈവത്തെ ഭയപ്പെടണം. ദൈവം പറയുന്ന പോലെ കൊണ്ടുപോകണം. ഇനി തൈലക്കൊമ്പ് അവൻ്റെ മേൽ ഒഴിച്ചു. ഒരുവനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരുത്തനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ മറുഭാഷ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടൊന്നും ഒരു പണി നടക്കില്ല. ഈ പുള്ളിയെ രാജസ്ഥാനത്തേക്ക് അല്ല വിട്ടത്, ഇവനെ തിരിച്ചു വിട്ടത് സിംഹത്തോട് മല്ലിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞ മോനെ, ഞാൻ ഒന്ന് ചുരുക്കാൻ പോവാം. മോനെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അഭിഷേകം വലുതാണ്. പക്ഷേ ആ അഭിഷേകം വഹിക്കാനുള്ള കപ്പാസിറ്റി നിൻ്റെ തോളിനില്ല. നിൻ്റെ തോളത്ത് ഈ അഭിഷേകം എടുത്തു വെച്ചാൽ നീ ഇടിഞ്ഞ് താഴെ പോകും. നിന്നെ കൊണ്ടിത് പൊക്കാനൊക്കത്തില്ല. ഇത് പൊക്കണമെങ്കിൽ നിന്നെ പഠിപ്പിച്ചേ പറ്റൂ. ഞാൻ ട്രെയിനിങ് സെൻറ്ററിലേക്ക് അയക്കാൻ പോവാം. നിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നമ്പർ 1 സിംഹവുമാണ്. നിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നമ്പർ 2 കരടിയാണ്.
നിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നമ്പർ 3 മല്ലൻ ഗോലിയാത്ത. നിൻ്റെ ട്രെയിനിങ് സെൻറ്റർ നമ്പർ 4 അഭിഷേകം നഷ്ടപ്പെട്ട ശൗല. ഇത്ര എണ്ണത്തോട് യുദ്ധം ചെയ്ത് വാ, അതോടെ നീ ജയിക്കും. പക്ഷെ ഇന്ന് നിൻ്റെ മേൽ പകരപ്പെട്ട 1.5 ലിറ്ററിൻ്റെ അഭിഷേകം ഉണ്ടല്ലോ, അത് നിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റുന്നതാണ്. ഓക്കെ. പക്ഷെ ദാവീദ് പോയ കൂട്ടത്തിൽ സിംഹത്തോട് മല്ലിട്ടപ്പോൾ ഇങ്ങനെ ഓർത്ത് കാണും, എൻ്റെ മേലൊഴിച്ച് അഭിഷേകതയിലല്ല ഉണങ്ങിയോടാണ്. ഞാനും അങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരു പണിയും നടന്നില്ല. എന്നെ അഭിഷേകം ചെയ്തു തന്നോ, അതോ എൻ്റെ തോന്നലായിരുന്നു, ആർക്കറിയാം. കെ രഞ്ജിത്തിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞതാ, അല്ലെങ്കിൽ ആ സാമച്ചൻ എന്നോട് പ്രധാനപ്പെട്ട ദൂതുകൾ പറഞ്ഞു തുടങ്ങിയത് വാര്യവരൻ യോനാച്ചാനാണ്. യോനാച്ചാനോട് ചുമ്മാ പറഞ്ഞതാണോ, മേരി ഗോപുരു ചുമ്മാ പറഞ്ഞതാണോ, സാമചമ്മനോട് ചുമ്മാ പറഞ്ഞതാണോ, കെ രഞ്ജിത്ത് ചുമ്മാ പറഞ്ഞതാണോ, എനിക്കെന്തോ പറ്റി, എനിക്കെന്തെങ്കിലും അപകടം പറ്റിയതാണോ, അഭിഷേകതയിലും അങ്ങ് ഉണങ്ങിയതുപോലെ തോന്നുന്നു, ഒരു പണിയും നടക്കുന്നില്ല. ചുമ്മാ ഇരിടാ, ഇത് ഉണങ്ങുന്ന തൈലമല്ല. നീൻ്റെ തലയിൽ ഇത് ഒഴിച്ചെങ്കിൽ ഒഴിച്ചവനൊരു ഉദ്ദേശമുണ്ട്. ഇത് നശിപ്പിക്കാൻ നിന്നെക്കൊണ്ടേ കഴിയൂ, വേറെ ആരെ കൊണ്ടും കഴിയത്തില്ല. നീ നിന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരുന്നതിന് തൊട്ട് മുമ്പേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ പ്രൊഡക്ഷൻ സെൻറ്റർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട് തിരുവല്ലയിൽ. അതിനകത്തൊരു ജോലി എനിക്ക് കിട്ടി. അപ്പോയിൻമെൻറ്റോട് എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ മൂത്ത ചേട്ടനെ എടുത്തേച്ച് പറഞ്ഞിടാ, ഇതിനകത്ത് പോകണ്ട, കാര്യം ഇതിനകത്ത് പോയ ചരിത്രകാലം നീ ഒരു മെക്കാനിക്കായിട്ടിരിക്കും, അതിനപ്പുറത്തോട്ട് നിനക്ക് വളരാൻ ഒക്കത്തില്ല, അവിടെ എങ്ങും കാര്യമായ കാശം കിട്ടുകയില്ല, നിൻ്റെ ശമ്പളവും ശരിയാകില്ല, നിനക്ക് ജീവിതം ഉണ്ടാകുകയില്ല. പക്ഷേ ഈ അപ്പോയിൻമെൻറ്റോട് തിരിച്ച് നീ സൈൻ ചെയ്ത് കൊടുത്താൽ ഇതിനൊരർത്ഥമുണ്ട്. സൈൻ ചെയ്യല്ലേ, അത് കളഞ്ഞേക്ക്. അത് കളഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കളഞ്ഞേച്ച് ദൈവം എന്നെ വേറൊരു സ്ഥലത്താക്കി, ദൈവം എന്നെ ദൈവത്തിൻ്റെ സമയം വളർത്തി. ഞാൻ എന്തു വേണം, എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു, ഞാൻ എന്തു വേണം. ഇന്ത്യൻ എയർഫോഴ്സ് എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ എന്തു വേണം. യൂണിഫോം ഇടണം, മാർച്ച് ചെയ്യാൻ പഠിക്കണം, തോക്ക് ഉപയോഗിക്കാൻ പഠിക്കണം, എന്നെ ഏൽപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. എനിക്ക് ചിലത് ചെയ്തേ പറ്റൂ. ആദ്യമേ പറഞ്ഞു പോയി മുടി വെട്ടിച്ചു വരാൻ പറഞ്ഞു. എല്ലാ ഹെയർ സ്റ്റൈലും കഴിഞ്ഞു, പട്ടാള ശൈലിയിൽ മുടി വെട്ടിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉടുപ്പം ഊരിയിട്ടേക്കാൻ പറഞ്ഞു, ഊരി കളഞ്ഞു. ഇവിടുന്ന് തരുന്ന ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. ഞാൻ എന്തോ വേണം, എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. കോൺസിക്രേഷൻ എന്നാണ് ഒന്നാം പടിയെ വിളിക്കുന്നത്. കോൺസിക്രേഷൻ. എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയിലും സൂക്ഷിക്കണം. എന്നെ അഭിഷേകം ചെയ്യാൻ ദൈവം തീരുമാനിച്ചു, എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി നിർത്തി. നമ്പർ 1, ഈ ശരീരത്തിനകത്തല്ലേ പരിശുദ്ധാത്മാവ് വസിക്കേണ്ടത്. ഈ ശരീരത്തെ വൃത്തിയാക്കുക, ഈ ശരീരത്തെ വൃത്തിയാക്കുക. റോമാലേഖനം 12:1-2 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നറിയേണ്ടതിന് മനസ്സ് പുരുക്കി രൂപാന്തരപ്പെടുവേൻ. ഇന്ന് അഭിഷേകത്തിൻ്റെ ഒന്നാം ഡ്രോപ്പ് അന്യഭാഷ അടയാളത്തോടെ വീണ് കിട്ടിയവർ ഒന്നാം പടി നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. 10,000 ദൈവം താല്പര്യപ്പെടുന്നെങ്കിലും പറ്റിയിട്ടില്ല. ജനലക്ഷങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിലും അവരെ അംഗീകരിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമായി പറയാനാണ്. ഞാനൊന്നും തൊടുന്നില്ല, അതിനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ്. 80 വയസ്സുള്ള എൻ്റെ അനുഭവം എല്ലാം കൂടെ പറയാൻ തുടങ്ങിയാൽ 80 കൊല്ലം എടുക്കുകയല്ലേ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അഭിഷേകതയിലും വീണ് ഉണങ്ങിയതുപോലെ തോന്നി. യേശുവിൻ്റെ കാര്യമൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ യേശുവും സ്നാനമേറ്റു. യേശുവും സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വന്നൊരു ശബ്ദമുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇന്നിവനെ ജനിപ്പിച്ചിരിക്കുന്നതൊരു ശബ്ദമുണ്ടായി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പുറകോട്ടു. പഴയ നിയമത്തിലെ ജോസഫിനെ അപ്പൻ വിളിച്ചു വരുത്തി ഒരു പുതിയ അങ്കി അവനെ ധരിപ്പിച്ചു എന്നൊരു പദം കാണാമല്ലോ. യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്നാണ് യഹൂദൻ്റെ ശൈലി അനുസരിച്ച്. പഴയ നിയമത്തിലെ യഹൂദൻ്റെ ഇന്നും 2026 വരെ യഹൂദൻ്റെ ശൈലി അനുസരിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അപ്പൻ്റേതായിരിക്കണം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അമ്മയെ കല്ലെറിഞ്ഞു കൊല്ലാം.
വേറൊരിടത്തുനിന്നൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ അമ്മയെ കല്ലെറിഞ്ഞ് കൊല്ലാം. അപ്പൻ്റേതാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ചുമതല നോക്കുന്നത് അമ്മയാണ്, വളർത്തുന്ന ചുമതല അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് ഭാവിയിൽ ഒരിക്കൽ ഇസ്രയേലിനെ അനുഗ്രഹിക്കുമ്പോൾ തൻ്റെ 2 സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട്, യാക്കോബിൻ്റെ 2 ഭാര്യമാരുടെ പേര് പറഞ്ഞിട്ട്, അവരിരുവരുമല്ലോ ഇസ്രയേൽ ഗൃഹം വളർത്തിയത് എന്ന് പറയുന്നുണ്ട്. അമ്മമാരുടെ ജോലിയാണ് പിള്ളേരെ വളർത്തുന്നത്. അപ്പൻ്റെ ഉത്തരവാദിത്വം അല്ല പിള്ളേരുടെ ചുമതല. അവർക്ക് ആഹാരം കൊടുക്കണം, എല്ലാം അപ്പൻ്റെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഒരപ്പന് 5 or 6 മക്കളുണ്ടെന്നിരിക്കട്ടെ, ആൺപിള്ളേർ ഉണ്ടെന്നിരിക്കട്ടെ, പിള്ളേർക്ക് 30 വയസ്സ് തികയുമ്പോൾ, ഏറ്റവും ഒടുവിലത്തെ ആളിന് വരെ 30 വയസ്സ് തികയുമ്പോൾ, ഇല്ലെങ്കിൽ പിള്ളേർക്കെല്ലാം കാര്യപ്രാപ്തിയാകുമ്പോൾ, 30 അവരുടെ കട്ട് ഓഫ് ടൈം, കാര്യപ്രാപ്തിയാകുമ്പോൾ, ചിലതിന് 10ാമത്തെ വയസ്സിൽ കാര്യപ്രാപ്തിയായി എന്ന് വരാം, അങ്ങനെ കണ്ടിട്ടില്ലെന്നും, കാര്യപ്രാപ്തിയാകുമ്പോൾ അപ്പനാകപ്പാടെ ആലോചിക്കും, എനിക്ക് ഇത്രയും സ്വത്തുക്കളുണ്ട്, ഇതെല്ലാം നോക്കിയെടുക്കാനുള്ള കഴിവ് ഇവരിൽ ആർക്കാണ്? എല്ലാവരെയും കൂടെ പൗത്ത് ഏൽപ്പിക്കത്തില്ല. ഇവരിൽ ആർക്കാണ് ഇത് മുഴുവനും കൂടെ നോക്കാനുള്ള ചുമതല കൊടുക്കേണ്ടത്? ആരാണ് ഏറ്റവും കേപ്പബിൾ? ഒരു മോന് ഞാൻ പറഞ്ഞാൽ മുറുമുറുത്തെന്ന് വരും, വേറൊരുത്തൻ ഒട്ടും മുറുമുറുക്കാതെ അനുസരിക്കും. ഒരുത്തൻ ഇപ്പം ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ പോകും, വേറൊരുത്തൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാലും സമയത്തിന് ചെയ്യും. പക്ഷേ എനിക്കെതിരെ സംസാരിക്കാതെ കുതികാൽ ഉയർത്താതെ ഞാൻ പറയുന്നത് അതുപോലെ കേട്ട് ചെയ്യുന്ന, എനിക്ക് ഏറ്റവും വിശ്വസനീയമായ മകൻ ആരാണ് എന്ന് തീരുമാനിച്ചിട്ട് ഇന്നത്തെ വിവാഹം നടത്തുന്നത് പോലെ നാട്ടുകാരെ മുഴുവൻ വിളിക്കും. ഞാൻ എൻ്റെ മക്കളിൽ ഒരാളിനെ എൻ്റെ മുഴുവൻ അവകാശത്തിനും പ്രഭുവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, വരാൻ പറഞ്ഞ ആളുകളെല്ലാം വിളിക്കും. ഈ പിള്ളേരോട് പറയത്തില്ല, ആരെയാടാ തിരഞ്ഞെടുക്കാൻ പോകുന്നൊന്നും പറയത്തില്ല. എല്ലാ പിള്ളേരും എനിക്കെന്നുള്ള ചിന്ത കണ്ടേക്കാം. ആ ദിവസങ്ങളിൽ അപ്പനെയൊക്കെ പൂജിക്കുന്നതിന് കണക്കും കാണുകയില്ല. എന്നിട്ട് ആ മോൻ്റെ വലിപ്പത്തിൽ അപ്പൻ ആരും അറിയാതെ ഒരു കോട്ട് ഓഫ് മെനി കളേഴ്സ്, ഒരുപാട് നിറങ്ങളുള്ള ഒരു അങ്കി തുന്നിയെടുക്കും. എല്ലാവരും കൂടെ വന്ന് കൂടിയിരിക്കുന്ന മധ്യത്തിൽ എല്ലാവരും കഴിക്കേണ്ടതൊക്കെ കഴിച്ച് കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരുത്തൻ്റെ പേരെ വിളിക്കും. അവൻ എഴുന്നേക്കും, ഈ പുതിയ അങ്കി അവനെ എണീക്കും. ഇതായിരുന്നു ജോസഫിന് കിട്ടിയത്. യേശുവിനും കിട്ടിയത് ഇത് തന്നെയാണ്. യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റിങ്ങോട്ട് പൊങ്ങുകയും അന്ന് മുതൽ അവനാണ് അപ്പൻ്റെ ഉത്തരവാദി, അപ്പൻ്റെ വീടിൻ്റെ ചുമതല അവനാണ്, കംപ്ലീറ്റ് അവകാശി അവനാണ്. ചേട്ടന്മാർക്കൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ പ്രധാന കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഇവൻ ഒപ്പിട്ടേ പറ്റൂ. അങ്ങനെ ഒരുത്തിനെ തിരഞ്ഞെടുക്കും. ഇതുപോലെ 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ ഒരുപാട് പേരെ സ്നാനപ്പെടുത്തി. യേശു ഇങ്ങോട്ട് പൊങ്ങി വരികയും മേളിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കൂട്ടത്തിലൊരു അങ്കി ഇടണമല്ലോ, ഇതേ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് പ്രാവ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി തൻ്റെ മേലങ്ങ് ആവസിച്ചു. ഒരു പുതിയ വസ്ത്രം, കോട്ട് ഓഫ് മെനി കളേഴ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിതാവ് തൻ്റെ സകലത്തിനും എന്നെ അധികാരിയാക്കി എന്ന് യേശു പറഞ്ഞു. പിതാവ് തൻ്റെ സകലത്തിനും എന്നെ അധികാരിയാക്കി. അതാണ് അഭിഷേകം. ഇന്ന് പകൽ ചിലതിനെ ദൈവം അധികാരപ്പെടുത്തുന്ന റബ്ബ് ചെയ്യുക, ചിലതിൻ്റെ മേലെ മാർക്കിടുക, അതാണ് അഭിഷേകം. ഇയർ മാർക്ക് ചെയ്ത ഒരുത്തൻ തന്നെത്താൻ സൂക്ഷിച്ചാൽ അവൻ്റെ മേലൊരു അഭിഷേകം നടക്കും. ഓൾ റൈറ്റ്, യേശുവിൻ്റെ മേൽ ഒരഭിഷേകം നടന്നു. എന്നിട്ട് നേരെ രാജസ്ഥാനത്തോട്ട് പോകുക അല്ലായിരുന്നല്ലോ, മരുഭൂമിയിലോട്ട് പോരും, കാട്ടുമൃഗങ്ങളോട് താമസിക്കാൻ. ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് ഒരുത്തൻ അവകാശിയായി മാറിയില്ല, അധികാരിയായി മാറിയില്ല. അവൻ ട്രെയിനിങ് സെൻറ്ററിലേക്ക് മാറുക. യേശുവേ, അങ്ങ് വഹിക്കാൻ പോകുന്ന വലിയ ചുമതല വഹിക്കുവാൻ, അങ്ങയുടെ തോളുകൾ ബലപ്പെടുവാൻ അങ്ങയ്ക്കൊരു ട്രെയിനിങ് വേണം. അതിനോട് 40 ദിവസം തിന്നുകയോ കുടിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാതെ വന്യമൃഗങ്ങളോട് കൂടെ സാത്താനോട് ഇടപെട്, അവനെ ജയിച്ചേ പറ്റത്തുള്ളൂ. യേശു നേരെ സ്നാനം കഴിഞ്ഞ ശേഷം പോയത് മരുഭൂമിയിലേക്കാണ്, നേരെയല്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക. കാര്യം നിങ്ങളെ അഭിഷേകത്തിന് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യുക. സംസാരിക്കുന്ന വാക്കുകൾ, പറയുന്ന പദങ്ങൾ, നോക്കുന്ന ഇടങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പിന്നെ എടുക്കും. ചിന്തിക്കുന്ന കാര്യങ്ങൾ, സമയം ചെലവഴിക്കുന്നത്, ഇത് മുഴുവനും അക്കൗണ്ടിടാം, മൊത്തം അക്കൗണ്ടിടാം. മുന്നോട്ട് പോട്ടെ. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകയാൽ
അവയെ ക്രമമായി മാന്യമായി സൂക്ഷിപ്പാൻ നാം കടമ്പെട്ടവരാണ്. ഹൃദയം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ, പുറമേ ഉള്ളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ശുദ്ധ ദുരുപദേശമാണ്. കത്തോലിക്ക സഭയുടെ ഭാഷയിൽ പിന്നെ പാഷാണ്ഡ ഉപദേശം. ദൈവം ഹൃദയം മാത്രമേ നോക്കുന്നുള്ളൂ, പുറമേ ഉള്ളത് നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശുദ്ധ പോഷത്വം. ഒരുപാട് പേരെ അഭിഷേകത്തിൽ നിന്ന് എടുത്തെറിയുവാൻ ഈ പദം മതി. അങ്ങനെയല്ല, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് യാഗമാണ്. ഒരിക്കലൊരാൾ ഒരു തുണി തേക്കാൻ ഒരാളുടെ കൊണ്ട് കൊടുത്തു. നിങ്ങൾ തേച്ചിട്ടിരിക്കുന്ന തുണി, എന്തോ ഒരു സ്പെഷ്യൽ തുണിയാണ്, അതിൽ ഒത്തിരി കശവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് തേക്കാൻ ഒരാളുടെ കൊണ്ട് കൊടുത്തു, തുണി തേപ്പുകാരൻ്റെ. നിങ്ങൾ തേച്ചിട്ടിരിക്കുന്ന ഒരു തുണി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാനും കൂടെ കൃത്യം പോലെ ആ സമയത്തവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സൂക്ഷ്മം അറിയാവുന്നു. നിങ്ങൾ തേച്ചിട്ടിരിക്കുന്ന ഒരു തുണി ഒന്ന് കാണിക്കും. ഞാനൊരു തുണി തേക്കാൻ അവിടെ കൊണ്ട് കൊടുത്ത നേരത്തെ തേച്ചതിൻ്റെ സാമ്പിളൊന്നും ഈ ചരിത്രത്തിൽ ചോദിച്ചിട്ടില്ല. മറ്റേ ചോദിച്ചു, തേച്ചിട്ടിരിക്കുന്ന ഒരു തുണിയുടെ സാമ്പിൾ കാണിക്കാൻ പറഞ്ഞ അയാൾ ഉടനെ ഒരു സാമ്പിൾ എടുത്ത് കാണിച്ചു. ഒരു നേരിയതായിരുന്നു, അതേലുമുണ്ട് കശവ്. ആ കശവ് ചുളുങ്ങിയായിരിക്കും. അത് പറഞ്ഞ് കശവ് ചുളുങ്ങിയിരിക്കുമ്പോൾ ബാക്കി എന്നാ തേച്ചിട്ടും തേയത്തില്ല, ഒരർത്ഥവുമില്ല, നിങ്ങളുടെ തരുന്നില്ല. മോനെ, നിൻ്റെ ശരീരം ദൈവത്തിന് വിശുദ്ധമല്ലെങ്കിൽ, അന്യദേവൻ്റെ അടയാളം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങ് തീർത്തും പറയുക, അന്യദേവൻ്റെ അടയാളം ഉണ്ടെങ്കിൽ നിന്നെ പരിശുദ്ധാത്മാ അവിടെ ഇട്ട് അന്യഭാഷ പറയിപ്പിക്കുകയേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. ഭൂലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയത് ജോൺ വെസ്ലിയാണ്. കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ജോൺ വെസ്ലി 17 ലക്ഷം ആളുകളെ അദ്ദേഹം സ്നാനപ്പെടുത്തിയേ. 17 ലക്ഷം. ജോൺ വെസ്ലിയുടെ വേർപാടിൻ്റെ പ്രത്യേകത, അദ്ദേഹം വീട്ടിലെങ്ങാനും വന്നിട്ടില്ല, വരത്തുമില്ല. കാര്യം അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. അതിന് പകരം നമ്മളാണ് ജീവിക്കണ്ടേ. അദ്ദേഹം വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരാൾ ഒരു ചായ കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തെന്നിരിക്കട്ടെ, കൊടുക്കുന്ന ആളിൻ്റെ കഴുത്തേലോ കയ്യേലോ വിരലേലോ എന്തെങ്കിലും ഒരു ആഭരണം ഉണ്ടെങ്കിൽ അദ്ദേഹം വാങ്ങിക്കത്തില്ല. മാറി എന്നുവെച്ചൊരു ചോദ്യമുണ്ട്, നിൻ്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? പറ. നിൻ്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? ദൈവത്തിൻ്റെതല്ല, മറ്റവൻ്റേത് എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് 17 ലക്ഷത്തെ സ്നാനപ്പെടുത്താൻ ദൈവം മനുഷ്യനെ തയ്യാറാക്കിയത്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പല മാതൃകകൾ എടുത്തിട്ടുണ്ട്. കൺവെൻഷൻ നടക്കുന്നിടത്ത്, മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത്, പലയിടത്തും ആരെങ്കിലും ഒന്ന് അനങ്ങിപ്പോയാൽ വഴക്ക് പറയുന്ന ഉപദേശമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് അനങ്ങിയാൽ, ഇടയ്ക്കൂടെ 4 പിള്ളേർ ഓടിയാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. ജോൺ വെസ്ലി പ്രസംഗിച്ചതിനെക്കുറിച്ച് പറയുന്ന 49,000 സെർമൺസ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പ്രസംഗിച്ചു. 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തണമെങ്കിൽ തമാശയൊന്നുമില്ല. 49,000 പ്രസംഗങ്ങൾ അദ്ദേഹം യൂറോപ്പിൽ പ്രസംഗിച്ചു. അടുത്ത പദം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മിക്ക പ്രസംഗങ്ങളും കുതിരച്ചാണകവും കല്ലും കൊഴിയും വെച്ച് എറിഞ്ഞ് പകുതിക്കൽ നിർത്തിയിട്ടുണ്ട്, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കുതിരച്ചാണകം കൊണ്ട് ഏറ് വരുന്നതിന് ഇടയ്ക്ക് നിന്ന് ഈ മനുഷ്യൻ പ്രസംഗിക്കുമായിരുന്നു. അതിനിടയ്ക്ക് നിന്നാണ് 17 ലക്ഷത്തെ മുക്കിയത്. കുതിരച്ചാണകം കൊണ്ട് ഏറ് വരുമ്പോൾ, കമ്പ് കൊണ്ട് ഏറ് വരുമ്പോൾ, കല്ലുകൊണ്ട് ഏറ് വരുമ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ നടുവിൽ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. ആരവാരവും കൂക്കുവിളി ഒന്നും ജോൺ വെസ്ലിക്ക് കാര്യമല്ല, അവിടുന്ന് മൂക്കും 500. എനിക്കൊരു വലിയ അനുഭവ ചരിത്രമായിട്ട് ഞാനത് എടുത്തു. അതൊരു എൻ്റെ ഒരു മാതൃകയാക്കി. ഞാൻ ആരെന്നാ വേണേ വേണം, ഞാൻ എൻ്റെ ചർച്ചിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ചൊവ്വേ നേരെ ഇരിക്കണം. നിങ്ങൾ എവിടെ ഇരുന്നാലും എനിക്ക് പ്രസംഗത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ വേറൊരാൾ വന്ന് കണ്ട വൃത്തികേടല്ലേ, അത് വരാതിരിക്കാൻ. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക. 1 കൊരിന്ത്യർ 9:27 പൗലോസ് പറയുന്നൊരു പദമുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത്. ഈ ശരീരം പലതിനും കൊതിക്കും. ഈ മണ്ണേല ഇവൻ വന്നേ, ഇവൻ്റെ രക്ഷ ഇതുവരെ നടന്നിട്ടില്ല. പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ് നമുക്ക് തരും. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. അതുവരെ ഇവൻ മാനസാന്തരപ്പെട്ടതല്ല. എൻ്റെ ഹൃദയമാണ് മാനസാന്തരപ്പെട്ടത്. അതാണെങ്കിൽ ഈ ശരീരം അതിനനുസരിച്ചേ പറ്റൂ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയാണ് ചെയ്യുന്നത്. മനസ്സിനെയല്ല, ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കും.
റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, റോമർ 6-ന്റെ 12 മുതൽ 14 വരെ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തെ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപത്തിൽ ഒരു കൂട്ടം മോഹങ്ങളുണ്ട്. ഞാൻ എവിടുന്നാണ് വന്നത്? അഭിഷേകത്തിൻ്റെ 1-ാം പടി എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷനാണ്. ഐഡൻറ്റിഫിക്കേഷനാണ് അന്യഭാഷ കൊണ്ട് ആരംഭിച്ചത്. അവിടെ മുതൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശരീരത്തെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എൻ്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം, എൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം. അതിൻ്റെ അനന്തര ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ഞാൻ ആഭരണത്തെ തൊട്ട് പറഞ്ഞതുകൊണ്ട് ആർക്കും പ്രയാസം തോന്നരുത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കോമണായ ഒരു വാക്ക്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കൂടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരാളിനോട് ചോദിച്ചായിരുന്നു, നേരെ എത്ര മണി വരെയാണ് നമ്മൾ പോകുന്നത്? 2 വരെ പോകാം. ഓക്കെ, അത് ഏറെക്കുറെ ആകാറായി. ഓക്കെ, ഞാൻ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് വിശപ്പ് മാറുമോ? ഞാനൊരു മോതിരം വിട്ടെന്നിരിക്കട്ടെ, ഇതുകൊണ്ട് വിശപ്പ് മാറുമോ? ഇല്ല. ദാഹം മാറുമോ? ഇല്ല. വിദ്യാഭ്യാസം കിട്ടുമോ? ഇല്ല. അറിവ് വർദ്ധിക്കുമോ? ഇല്ല. പ്രൊട്ടക്ഷൻ കിട്ടുമോ? ഇല്ല. പിന്നെ തന്നെ എടുക്കാൻ. ഭൂമിയിൽ ഒരു കാര്യത്തിന് സൂത്രത്തിനും കൊണ്ട് ഉപയോഗമില്ല. ഭൂമിയിൽ ഒരു കാര്യത്തിന് ഇതുകൊണ്ട് ഉപയോഗമില്ല. എന്നാൽ ഊരിക്കളയാൻ പറഞ്ഞ് എൻ്റെ തല കടിച്ചു പറിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഇവിടെ ഉപയോഗമില്ലാത്ത സാധനം എന്തിനാ? ശരീരത്തിന് ഉപയോഗമില്ലെങ്കിലും ആത്മാവിലാണ് ഇതിൻ്റെ പ്രവൃത്തി. ഇതേതാത്മാവ്? ദൈവാത്മാവാണോ? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഭയങ്കര കോപത്തോടെ അവരെ ശാസിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം അടിച്ച് ഓടിച്ചിട്ടുണ്ടെന്നൊന്നും അല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ഒരു അസോസിയേറ്റ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, CO ജേക്കബ്. അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. ഒരിക്കൽ CO ജേക്കബ് വീട്ടിൽ വരുമ്പോഴാണ്, പാസ്റ്റർക്ക് അറിയാം, എന്നെ അറിയാം, CO ജേക്കബിനെ അറിയാം, അമ്മന്നെ ജോസ് പാസ്റ്റർക്ക്. ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് ദേഷ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പിള്ളേരെ വിളിച്ച് CO ജേക്കബ് ഒരു വേല വെച്ച് കൊടുത്തു. എടാ, ഡാഡി നിങ്ങളോട് ദേഷ്യപ്പെട്ട് വരുമ്പോൾ ആ കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം. മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുത്തു. കാരണം പുള്ളിയുടെ മുഖഭാവം എങ്ങനെയുണ്ടെന്ന് പുള്ളി തന്നെ ഒന്ന് കണ്ടോട്ടെ. ആ പുള്ളിക്ക് അറിയത്തില്ല, അതല്ല. ഒരിക്കൽ എൻ്റെ മൂത്ത മോനെ ഞാൻ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞു, അടിക്കാൻ പിടിച്ചു. പിടുത്തപ്പോൾ ഇളയവൻ മുഖക്കണ്ണാടി കൊണ്ട് എൻ്റെ മുന്നിൽ, ഡാഡി ഇങ്ങോട്ട് നോക്കിയേ, ഇതാരുടെ മോന്ത പോലെ, ഇതേതാ ആത്മാവ? കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. പിന്നെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഏതാണ്ടൊരാത്മാവ് എന്നെ ഭരിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടെ. ഏതോ ഒരാത്മാവ് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. മോനെ, ഇത് ജഡത്തിൻ്റെ അഭിലാഷം, ഇതുകൊണ്ട് ഉപയോഗമുള്ളതല്ല. ഇതിനൊരു അഭിലാഷം. ഇത് നിവർത്തിക്കാൻ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കരുത്. ശരീരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 13-ാം വാക്യത്തിൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഇനി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. എന്നോട് ചോദിച്ചവരുണ്ട്, ആഭരണം ഊരാൻ ബൈബിളിൽ എവിടെ വാക്യമെന്ന്. ഞാൻ ചോദിച്ചാൽ, പൊട്ട, ആഭരണം ഇടാൻ എവിടെ വാക്യമെന്ന് ആദ്യം അന്വേഷിക്കുക. എന്നെ നിന്നെ ഉണ്ടാക്കി വെച്ചത് ആഭരണം ഇല്ലാതാ. ഇത് ഊരാനല്ല വാക്യം, ഇടാനാ വാക്യം വേണ്ടി. കാര്യം ഉണ്ടാക്കിയത് ആഭരണം ഇല്ലാതാ. ഇല്ലാത്ത സാധനം എന്നെ വെച്ച് ഊരാൻ അങ്ങനെയൊന്നും ഇല്ല. ഇടാൻ എവിടെ വാക്യം? അതാദ്യം പറ. അതിൻ്റെ താഴെ മറ്റേത് കാണിച്ചു തരാം. ഇത് കാണിച്ചിട്ടല്ലേ? നിങ്ങളുടെ ശരീരങ്ങളെ അടിമയാക്കി ഏൽപ്പിക്കരുത്. അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അധീനരായാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇനി നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്. 1 പത്രോസ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? കോൺസിക്രേഷൻ, ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുക. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരിക്കുന്നു. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്.
യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ. 23-ാമത്തെ വാക്യത്തിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കേണ്ടതിന് ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്, ചിലർക്ക് ഭയത്തോടെ കാരണം ചെയ്യുവൻ, പകച്ചുകൊണ്ട്, ഹെയ്ത്തം വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള മോടി വരുമ്പോൾ ഹെയ്റ്റ് ഇറ്റ്, അതിനെ വെറുക്കണം. എനിക്കൊന്ന് ഇതൊക്കെ നമുക്ക് പിടികിട്ടിയേ പറ്റൂ. ഇതുകൊണ്ടാണ് അടുത്ത പടിയിലോട്ട് ഒരുത്തം പോകുന്നത്. ഇതില്ലാത്തവൻ 2-ാം പടിയിലേക്ക് കയറത്തില്ല. അഭിഷേകത്തിൻ്റെ പടികളിൽ കയറണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്കൊന്ന് ഒരു 2 മാസത്തിനകം ഈ ഒരു പോർഷൻ ദൈവം ഇടപെട്ടത്. പവർഫുൾ അനോയിൻറ്റിങ് ഇടപെട്ടിട്ട് 5-6 മാസമായി, 4-5 മാസമായി കാണും. ഈ ഇതിൻ്റെ പടികൾ എന്ത് എന്ന് ദൈവം എന്നോട് ഇടപെടാന്നുണ്ട്. പലപ്പോഴും എനിക്ക് രാത്രിയിൽ കിടന്നാൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങുമെങ്കിലും കുറേ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ കഴിയും. ഏർലി മോർണിംഗ് എൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുണ്ടാകും. പലപ്പോഴും ദൈവശബ്ദം കേട്ട് ഉണരാറുണ്ട്. പലപ്പോഴും അങ്ങനെ ദൈവശബ്ദം കേട്ട് ഉണർന്നാൽ, ഇന്ന് വെളുപ്പിനെ അങ്ങനെയായിരുന്നു, ദൈവശബ്ദം കേട്ടായിരുന്നു ഉണർന്നത്. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത്, തലമുറകളായി നിലനിൽക്കുന്ന ചില ശാപങ്ങൾ പൊട്ടിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ പകർച്ച, തലമുറകളായി നിലനിൽക്കുന്ന ചില ശാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ പകർച്ച. ഇന്ന് വെളുപ്പിനെ ഞാൻ കേട്ട ശബ്ദം അതാ. ഓക്കെ, ഇതിനെ ഹെയ്റ്റ് ഇറ്റ്. ഇതിനകത്ത് അകപ്പെട്ടു പോയ ചിലരുണ്ട്, അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ നോക്കുക. 2 തീമോഥെയോസ് 2:20 മുതൽ 22 വരെ നിങ്ങളൊരു മാനപാത്രമാക്. ഏത് വീട്ടിലും മാനപാത്രവും അതേ വീട്ടിൽ ഹീനപാത്രവുമുണ്ട്. നിങ്ങളൊരു മാനപാത്രമാക്. എങ്ങനെയാണ് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത്? എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിലാണ്. 19-ാമത്തെ വയസ്സിൽ അന്ന് ഞങ്ങൾ പോകുന്ന സഭയിൽ എയർഫോഴ്സിൽ നിന്ന് വേറൊരുത്തൻ, എന്നേക്കാൾ ഒത്തിരിയും കൂടെ സീനിയറായി ഒരാൾ വരും. പേരൊന്നും പറയുന്നില്ല. വല്ല കഷ്ടകാലത്തിനും അവൻ്റെ വല്ലൊരു ഉണ്ടിൽ കേൾക്കണ്ട, അതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയുന്നില്ല. മലയാളിയല്ല, തമിഴനാണ്. ഈ പുള്ളിക്കാരൻ കള്ളു കുടിക്കും. ക്യാമ്പിൽ നിന്ന് കിട്ടും, കുടിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് വരെ കുടിക്കും. വെള്ളിയാഴ്ച രാത്രി വന്ന് സുഖം നന്നായിട്ട് കുളിക്കും. ശനിയാഴ്ച ഒട്ടും കുടിക്കത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച നാറ്റമില്ല. ഞായറാഴ്ച രാവിലെ പള്ളി വരും, പ്രവചനമൊക്കെ പറയും. പള്ളി വന്നപ്പം പ്രവചിച്ചു കളി. ഒരു പ്രാവശ്യം എയർഫോഴ്സിൽ നിന്ന് 2 സഹോദരന്മാർ ചേർന്ന് അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ പോകുന്നത് സിലോൺ ബന്ധോക്കോസ് മിഷനില്ല, അവിടെയായിരുന്നു പോകാൻ സൗകര്യം, അതുകൊണ്ട് അവിടെ ആയിരുന്നു പോകുന്നത്. അവിടെ പ്രവചനം പറയുന്ന സഹോദരിമാരുണ്ട്. അവരുടെ പ്രവചനത്തിൻ്റെ പദം എനിക്ക് കാണാതറിയാൻ ഞാൻ വേഗം വരുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക. ഇത് തന്നെയാണ് 365 ദിവസം. വേറെ ഒന്നും പറയത്തില്ല, അതേ പറയത്തുള്ളൂ. അതവർ തിറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ദേഹത്തിനും അത് തന്നെ അറിയാം. പുള്ളി എഴുന്നിട്ട് അത് തന്നെ പറയും. 2 സഹോദരന്മാർ ചേർന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഇവൻ ഭയങ്കര കള്ളൂര്യനാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ ഇവൻ കുടിക്കുന്നവനാണ്. അപ്പോൾ ഇവനെ കൊണ്ട് ഈ മാന്യമായ സഹോദരിമാർ പറയുന്ന ആ പണി ചെയ്യിക്കാതെ. പക്ഷേ ഇവനൊരു കവർ പാസ്റ്ററുടെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ മിണ്ടത്തോലുമില്ല. അങ്ങനെ 1 മാസം പോയി. ഞങ്ങൾ എയർഫോഴ്സുകാർ ഒരു 5-6 പേര് ഒരുമിച്ച് കൂടിയേച്ച് പറയണ്ട, ഇത് നമ്മൾ പൊളിച്ചേ പറ്റൂ, നമുക്കെല്ലാം കൂടെ ഈ ആഴ്ച ഒറ്റ ബസ്സിന് പോകാം. 2-3 ബസ്സിനായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ചിലരങ്ങനെ ലേറ്റ് ആകും. 9:30 ഒരു ബസ് പോകുന്നുണ്ട്, അതിന് പോയാൽ മതി. 10 മണിയുടെ ആരാധനയ്ക്ക് മുമ്പേ ഞങ്ങൾ എത്തും. പക്ഷേ നമുക്ക് 9 മണിയുടെ ബസ്സിന് പോകാം, ആരും മിസ്സാകാതിരിക്കാൻ. അഥവാ ഒരുത്ത മിസ്സായാൽ അടുത്ത ബസ്സിന് വരുമല്ലോ, അതുകൊണ്ട് 9 മണിയുടെ ബസ്സിന് പോകാം. ആദ്യത്തെ ആൾ എഴുന്നേറ്റ്, സാക്ഷി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ ചർച്ചകളിൽ, ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുക്കും. എഴുന്നേറ്റ് വെച്ച് പറയും, ഇന്ന പുള്ളി കള്ളു അടിച്ചെതിരെ നടക്കുന്നത് കണ്ട് ഇവൻ്റെ മാനസാന്തരത്തിനെന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഇരിക്കേ രണ്ടാമൻ എഴുന്നേക്കും. അഥവാ പാസ്റ്റർ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ ഞാനും കൂടെ കണ്ട കാര്യം പറഞ്ഞോട്ടേ എന്നങ്ങ് ചോദിക്കണം. അങ്ങനെ ഒരു 6 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ മിക്കവാറും ഒതുങ്ങും. ഇല്ലേ പാസ്റ്റർ ഒതുങ്ങും. നമുക്ക് പാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ബസ് സ്റ്റാൻഡിൽ വന്നു. 9 മണിയുടെ ബസ്സിൽ പോകാൻ. അന്ന് ആ ബസ് 2 മിനിറ്റ് നേരത്തെ ഇഞ്ഞു വന്നു. ഞാൻ വരുമ്പം ബസ്സിൻ്റെ പുറകിലത്തെ പുക കാണാം. ഒടുവിലത്തെ ആളും ഫുട്ബോളേ ഞാന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാ വന്നേക്കാം, പൊയ്ക്കോളാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അടുത്ത ബസ്സിന് വന്നേക്കാം, വരണം എന്നവൻ കൈകൊണ്ട് കാണിച്ചു. കയറിക്കഴിഞ്ഞു. ഞാൻ ആ ബസ് സ്റ്റാൻഡിലോട്ട് ഇരിക്കുമ്പോൾ ഒരു വില്യംസ് എന്ന് പറയുന്നൊരു തമിഴനുണ്ട്. എന്നേക്കാൾ ഒരു 6-7 വയസ്സിനോട് മൂത്തതാണ്. ബ്രദർ വില്യംസ് സാർ, വില്യംസ് സാർ എന്നേക്കാൾ സീനിയറാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, തമ്പി നിൻ്റെ പള്ളിയിൽ എന്നടാ ഇന്ന് പ്രശ്നം? ഞാൻ പറഞ്ഞു, പൊന്നു സാറേ പ്രശ്നം ഉണ്ടായിരുന്നു, തീരുക ഇന്ന്. എന്തുവാടാ? ഇന്നതാ. അവനോ? എടാ അവൻ തമിഴനാടാ, അവൻ പണ്ട് തമിഴ് ചർച്ചിലായിരുന്നു വരുന്നത്.
അവിടെ ഇട്ടിത് പിടിച്ചത് കൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇപ്പം മലയാളം ചർച്ച വന്ന് പ്രവചിക്കുകയാടാ. ഞാൻ പറഞ്ഞു അത് ഇന്ന് തീരുക. അല്ല നീ ഉണ്ടോ ഇതിനകത്ത്? ഞാൻ പറഞ്ഞു പിന്നെ ആരെങ്കിലും സത്യം പറയണ്ടേ, ഇത് പുതിയനത്തെ കളിപ്പിക്കരുതല്ലോ. വലിയ എന്നോടൊരു ചോദ്യം, വർഗീസ് തമ്പി ഇത് ഉങ്ക വേലയാ, ഇത് നിൻ്റെ വേലയാണോ? ഞാൻ ചോദിച്ചു സാർ ആരേലും വേണ്ടേ? എടാ ആരേലും യേശുവിനെ കാണിച്ചു കൊടുക്കണ്ടേ? നീ തന്നെ വേണൂടാ. നിന്റെ സ്റ്റാറ്റസിന് താഴെ ഇത്. നിന്റെ മേലുള്ള വിളി ഇതിനേക്കാൾ വലുതാ. ഇതിനുപയോഗിക്കേണ്ട ഹീനപാത്രങ്ങളെയാ. മാനപത്രം ഇതിൻ്റെ പുറകെ പോകാൻ പാടില്ല. തമ്പി ഇത് ഹീനപാത്രത്തിൻ്റെ വേലയാടാ. നിന്റെ മേലൊരു വിളിയുണ്ട്. എനിക്ക് നിന്നെ കണ്ടാലറിയാം. അദ്ദേഹം എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകന്. നിന്റെ അടുത്ത് വരുമ്പോൾ എനിക്കറിയാം നിന്റെ മേലൊരു ആത്മാഭിഷേകമുണ്ട്. നിന്നെ ഈ ലെവലിൽ തള്ളണ്ടവനല്ല. പോലീസ് പറഞ്ഞു ഞാൻ ആകെപ്പാടെ വിഷമിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞു, ഞാൻ എന്തോ വേണം ചെല്ലുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവർ കാത്തിരിക്കുക. എന്നോട് പറഞ്ഞു തമ്പി ഒറ്റ വേല 9:10 വേറൊരു ബസ് വരും, അതേ കയറിക്കോ, തമിഴ് ചർച്ചിൽ പോകുന്നതാണ്. ഞാനും അതേല. നിനക്ക് ഈ ആഴ്ച ആരാധനയിൽ ഒന്നും മനസ്സിലാകത്തില്ല, കുഴപ്പമില്ല, പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ വിടാ. നിൻ്റെ ലെവലിൽ അത് പാപമാണ്. മാനപാത്രത്തിൻ്റെ പണിയല്ലത്, അത് ഹീനപാത്രത്തിൻ്റെ പണിയാണ്. 2 തീമോഥെയോസ് 2:20 ഏത് വലിയ വീട്ടിലും മാനപാത്രവുമുണ്ട് ഹീനപാത്രവുമുണ്ട്. ചിലത് മാനകാര്യത്തിനും വേറെ ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ അതിൽ കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ല. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ ഹേ മാനപാത്രമേ ആ മാനദണ്ഡത്തിൽ സൂക്ഷിക്കുക. എന്നെ അഭിഷേകത്തിന് വേണ്ടി ഇയർ മാർക്ക് ചെയ്തെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് പേരെന്നെ സഹായിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ലെവലിൽ കിടന്നത്. എന്നെ ഒരു അഭിഷേകത്തിന് വേണ്ടി ഇയർ മാർക്ക് ചെയ്തെങ്കിൽ, വേർതിരിച്ച് നിർത്തിയെങ്കിൽ, ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ ഞാനതിനകത്ത് വളർന്നേ മതിയാകെയുള്ളൂ. എൻ്റെ ശരീരം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ശരീരം പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ മനസ്സിനകത്ത് വ്യത്യാസം വരണം. വെളിയിൽ വ്യത്യാസം കാണണമെങ്കിൽ അകത്ത് വ്യത്യാസം വരണം. മനസ്സ് പുതുക്കപ്പെട്ടെങ്കിൽ ശരീരം പഴയതിനടിമയല്ല. അകം നന്നായ മതി, പുറം നന്നാകണ്ട. മോനെ അങ്ങനൊരു കണ്ടീഷൻ ഇല്ലടാ, അങ്ങനൊരു കണ്ടീഷൻ ഇല്ല. അകം നന്നായി പോയോ പുറം നന്നാവും. പുറം നന്നായി ഇരിക്കുന്നോ അകം നല്ലതാ ആകണം, നാകണം. മത്തായിയുടെ സുവിശേഷം 15:19-20 വാക്യങ്ങളിൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ, അകത്തുനിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുന്നത്. ദുർനടപ്പ് നിങ്ങളിൽ പാടില്ല. 1 തെസ്സലോനിക്കർ 4:1-8 വരെയുള്ള വാക്യങ്ങളിൽ ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. തൊട്ടോട്ടെ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം. നിങ്ങൾക്ക് ദൈവപ്രസാദം വേണമെങ്കിൽ പറയുന്ന പോലെ നടന്നേ പറ്റൂ. ഈ മോശെ ദൈവവചനം ഏൽപ്പിക്കേണ്ടതിന് ദൈവം മോശയോട് പറഞ്ഞു, മോശെ സാധാരണ സാഹചര്യത്തിൽ ഇത് ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് എന്തെങ്കിലും ഇടപെടണമെങ്കിൽ അതിന് പ്രത്യേക ഇടങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. നിൻ്റെ കയ്യിൽ ദൈവകൽപ്പന തരാൻ പോവുക, നീ പർവ്വതത്തിലോട്ട് കയറ്. മൃഗമോ മനുഷ്യനോ പർവ്വതം തൊടാതെ നീ ഒറ്റയ്ക്ക് മാറിയിരിക്കണം. 40 രാത്രിയും 40 പകലും തിന്നരുത്, കുടിക്കരുത്, ഉറങ്ങരുത്, ഇരിയടാ അവിടെ. എൻ്റെ ദൂതന്മാർ നിൻ്റെ കൂടെ കാണും. ഞാൻ ആ വാക്യങ്ങൾ മുഴുവൻ എടുത്ത് തെളിയിക്കുന്നില്ല. പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് പഠിച്ചാൽ ദൂതന്മാർ ആ സമയം മോശയുടെ കൂടെ ഉണ്ട്. അവരോരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന് 40 രാപകലുകൾ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് അടുക്കാവുന്ന ഒരു സാഹചര്യത്തിലെത്തി. പണ്ടിവൻ പർവ്വതമുകളിൽ ദൈവസാന്നിധ്യം കണ്ടുവന്നതാ തീയുടെ നടുവിൽ. പക്ഷെ ഇപ്പോൾ അതുപോലല്ല, അതിനേക്കാൾ ഒന്നുകൂടെ അടുക്കൽ ഇടപെടണം. അന്ന് ഇയർ മാർക്ക് ചെയ്തതാ ഇന്നൊരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുക. 40 രാപകലുകൾ കഴിഞ്ഞപ്പോൾ മോശ തൻ്റെ അനുഭവം പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്, 40 ദിവസം കൊണ്ട് പർവ്വതം മുഴുവനും നീല നിറമായി. നീലക്കല്ല് പോലെ ഒന്നുകൊണ്ട് പർവ്വതം മൂടി. അവിടെ നിന്നൊരു നീലപ്രകാശം അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു വിരൽ പ്രത്യക്ഷമായി. അവിടെ ഉണ്ടായി വന്ന ഒരു നീലക്കല്ലിൽ അത് എഴുതി, ഞാനല്ലാതെ
അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അവനെ ദൈവസാന്നിധ്യം ഏറ്റുവാങ്ങണമെങ്കിൽ സാധാരണ നിലയിൽ പറ്റത്തില്ല. പൗലോസിനോട് പറഞ്ഞു, മോനെ പൗലോസേ, അത് പഴയ നിയമത്തിൻ്റെ പ്രമാണം എഴുതാൻ ആ പർവ്വതമുകളിൽ ഞാൻ ഇറങ്ങി വന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ പ്രമാണം എഴുതാൻ നിന്നെ പഠിപ്പിക്കാൻ പോവാ. കേറടാ സ്വർഗത്തിലോട്ട്. സ്വർഗം ഭൂമിയിലോട്ട് കൊണ്ടുവന്നൊന്നും നിന്നെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് പുതിയ നിയമത്തിൻ്റെ പ്രമാണം എഴുതുക. വാ, 3-ാം സ്വർഗം വരെ അവിടെ കൊണ്ട് ഇരുത്തിയേച്ചു പറഞ്ഞു, ഞാൻ തരുന്നത് എഴുതടാ. പൗലോസ് വന്ന് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമം ചെയ്യുകയോ സഹോദരനെ ചതിക്കുകയോ ആരുത്. ബാക്കി വാക്യങ്ങൾ വായിക്കുന്നില്ല. ഞങ്ങൾ ചില പ്രമാണങ്ങൾ തരാം. ഞാൻ സ്വർഗത്തിൽ കണ്ടതും കേട്ടതും. പൗലോസ് ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കാം. സ്വർഗത്തിൽ കണ്ടതും കേട്ടതും പൗലോസ് തിരിച്ചു വന്ന് വെച്ച് പറഞ്ഞു, സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടിയിരിക്കണം. വളരെ സിമ്പിളാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടാൻ പാടില്ല. ഒരിക്കലൊരു ഉപദേശി പ്രാർത്ഥിച്ച എന്നോട് പറയും, ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ 1.5 മണിക്കൂർ ഇരുന്നു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സ്ത്രീകൾ തല മൂടണ്ടെന്ന്. പൊട്ട പൗലോസ് അപ്പോസ്തലനെ 3-ാം സ്വർഗത്തിൽ കൊണ്ടുപോയി നാളുകൾ ഇരുത്തി പഠിപ്പിച്ച് അദ്ദേഹം പ്രാപിച്ചുകൊണ്ട് വന്ന് പറഞ്ഞത് കള്ളമാണെന്ന് പറയാം. നിന്നെ ആരാണ്ട് ഏൽപ്പിച്ചെന്ന്? അതോ നീയാണോടാ കള്ളൻ? ഈ ആശയം കിട്ടുന്നവർക്കായി സ്തോത്രം. ഞങ്ങൾ കൽപ്പിച്ചത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്. സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടല്ല. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്. നിങ്ങളെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചത്. 8-ാമത്തെ വാക്യത്തിൽ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, ദൈവത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? അത് വലിയ കാര്യമൊന്നുമല്ല, വേണ്ടെന്ന് പറയല്ല. അതങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. അവനെ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നത്. അഭിഷേകത്തിൻ്റെ 2-ാം പടിയിലോട്ട് കയറണോ? ദ കോൺസിക്രേഷൻ ഓഫ് ദ ബോഡി. പക്ഷേ അങ്ങനോട് ഇന്നിത് പറയാൻ ആവശ്യപ്പെട്ടു. ദൈവം എൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ട് 2 ആഴ്ച കൂടുതലായി. നമ്മുടെ ചർച്ച ഞാനൊന്ന് എടുത്തെന്ന് തോന്നുന്നു. ഒരു ക്ലാസ്സിന് എന്നെ എടുത്തു. 2-ാം പ്രാവശ്യം ബഥേൽ ചർച്ചിൻ്റെ വെളിയിൽ ഇന്ന് ആദ്യമായി എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയറാകും. ഞാൻ ഇനിയും അധികം നിൽക്കുന്നില്ല. 2-ാമത്തെ പടി ടെസ്റ്റിംഗ് പീരീഡ്. ഇന്നങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. ഒരു പടി കഴിഞ്ഞു. എനിക്ക് അനുവദിച്ചതിൻ്റെ പരമാവധി സമയമായി 2 മണി. 1-ാം പടി ഇയർ മാർക്ക് ചെയ്യാം. മറ്റേ ഒരു 2-3 വൈകിട്ടങ്ങ് തീരും. ഒരു 3-4 പടിയെങ്കിലും വൈകിട്ട് തീരും. 7 പടിയാണ് എനിക്കാകെ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ആലോചന. അത്രയും തീരത്തില്ല. അത്രത്തിൻ്റെ ആവശ്യമില്ല. ആ ഒരു ലെവലിലൊന്നും എല്ലാവരും വരികയില്ല. മരിച്ചവരെ ഉറപ്പിക്കുകയും വെള്ളത്തിൻ്റെ മേളിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലെവലുണ്ട്. അത്തരം വരെയൊന്നും ആരും വരത്തില്ല. അത്രയും വരെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ കപ്പ്യാരൂപദേശി എന്ന് വരുന്ന ഒരാളുണ്ടായിരുന്നു. കപ്പ്യാരൂപദേശിയുടെ പേര് കേട്ടിട്ടുള്ളവരെ കൈയൊന്ന് കണ്ടോട്ടെ. കപ്പ്യാരൂപദേശി പാസ്റ്റർ കേട്ടിട്ടുണ്ട്. കപ്പ്യാരൂപദേശിയുടെ കൊച്ചുമോൾ കൃപ ബാംഗ്ലൂരിലെ ചർച്ചിലുണ്ടായിരുന്നു കുറച്ച് നാൾ. ആ മോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു പുസ്തകം എനിക്ക് തന്നു. കപ്പ്യാരൂപദേശിയുടെ അനുഭവ സാക്ഷ്യം ഒരു പുസ്തകം എൻ്റെ തന്നു. IPCയിൽ പണ്ടുണ്ടായിരുന്ന വാര്യപുരംകാരൻ ഒരു പഴയ അപ്പച്ചനാണ് കപ്പ്യാരൂപദേശി. അക്കാലങ്ങളിൽ സുവിശേഷം പറയാൻ എവിടെയെങ്കിലും പോയാൽ കളൂടിയന്മാരെല്ലാം കൂടെ തല്ലാൻ വരും. ഒരിടത്ത് സുവിശേഷം പറയാൻ വേണ്ടി പോയി കളൂടിയന്മാരെല്ലാം കൂടെ തല്ലാൻ വന്നു. കപ്പ്യാരൂപദേശി ഓടി. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, എൻ്റെ കയ്യിലൊരു തോൽ സഞ്ചിയുണ്ട്, അതിനകത്ത് 5 ബാറ്ററി ഇടാവുന്ന ഒരു ടോർച്ചും. അക്കാലത്ത് ഉപദേശമായി പോകുന്ന അങ്ങനെയായിരുന്നു. 5 ബാറ്ററി ഇടാവുന്ന ഒരു ടോർച്ചും എൻ്റെ ബൈബിളും അതിനകത്തുണ്ട്. ഈ സഞ്ചിയുമായിട്ടാണ് ഓടുന്നത്. പെട്ടെന്ന് ഒരു നദിയുണ്ട്. ആ നദി അക്കരെ കടന്നാൽ
ഇഞ്ചക്കാടിനകത്തോട് കയറി രക്ഷപ്പെടാം, അതുകൊണ്ട് തല്ലുകൊള്ളാതിരിക്കാം. നദിയുടെ അടുക്ക് ചെന്നപ്പോഴാണ് മഴ പെയ്ത് വെള്ളം ഒഴുകി വരിക. നദിക്കകത്ത് ഇറങ്ങാൻ ഒക്കുകയില്ല. കള്ളൂടിയന്മാർ പുറകിൽ അടുത്ത് കഴിഞ്ഞു. അദ്ദേഹം അവിടെ മുട്ടുകുത്തി വെച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കെ എബ്രഹാം സാർ ഉൾപ്പെടെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാർത്ഥന നടത്തി, കർത്താവേ, ഇന്നുകൊണ്ട് എൻ്റെ ശുശ്രൂഷ തീർന്നെങ്കിൽ ഈ നാട്ടിൽ നിന്നൊരു കൂട്ടക്കൊയ്ത്ത് നടക്കണേ. ശുശ്രൂഷ തീർന്നില്ലെങ്കിൽ 6 വറ്റിച്ചെങ്കിലും എന്നെ അക്കരെ കൊണ്ടുപോകണം. 6 പറ്റുകയില്ല. അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, കയറിക്കൊള്ളുക. കണ്ണു തുറന്നു നോക്കുമ്പോൾ വലുപ്പമേറിയ ഒരു പ്രാവ് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നു. കപ്പ്യാർ ഉപദേശി എഴുതിയിരിക്കുന്നത്, എൻ്റെ തോൽ സഞ്ചി ഞാൻ അതിൻ്റെ കഴുത്തെ തൂക്കി. കയറിക്കോ എന്ന് പറയുന്ന ശബ്ദം കേട്ടു. ഞാൻ കയറി ആ പ്രാവിൻ്റെ പുറത്തിരുന്നു. അതിൻ്റെ ചിറകുകൾ അത് പൊക്കിത്തന്നു. അതിനടിയിലൂടെ കാല് വെച്ച് അതിൻ്റെ കഴുത്തെ പിടിച്ച് പെടലേക്ക് പിടിച്ച് ഞാനിരുന്നു. പ്രാവ് എന്നെയും കൊണ്ട് കിളന്നു. തോടിൻ്റെ അക്കരെ കൊണ്ട് വെച്ചു. പ്രാവിനെ കണ്ടില്ല, സഞ്ചി കൊണ്ട് ഞാനുമുണ്ട്. എൻ്റെ വല്യപ്പച്ചന്മാരിൽ കേരളത്തിൽ വ്യാപരിച്ച കൃപാവരവാണ്. എൻ്റെ വല്യപ്പച്ചന്മാരിൽ കേരളത്തിൽ വ്യാപരിച്ച കൃപാവരവാണ്. മാത്തനുപദേശിയെക്കുറിച്ച് കേട്ട് കാണും. ഇരവിവേരിക്കാരൻ മാത്തനുപദേശി. ഒരു ദിവസം ഒരു കൊച്ചു തോടിനകത്തൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വെട്ടൻ പോത്ത് എതിരെ വരുന്നു. വെട്ടൻ പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. മാത്തനുപദേശിക്ക് ഓടി രക്ഷപ്പെടാൻ ഒക്കത്തുമില്ല. മാത്തനുപദേശി അവിടെ മുട്ടുകുത്തി എന്നിട്ട് പ്രാർത്ഥിച്ചൊരു, അത് പാസ്റ്റർ കേട്ടിട്ടുണ്ടോ? മാത്തനുപദേശിയുടെ ചരിത്രം ജോസ് പാസ്റ്റർ കേട്ടിട്ടില്ല. മാത്തനുപദേശി പ്രാർത്ഥിച്ചൊരു വാചകമാണ്, കർത്താവേ, മാത്തൻ അങ്ങയുടേത്, പോത്തും അങ്ങയുടേത്, എന്നാ വേണേ ചെയ്യുക. കണ്ണു തുറന്ന് നോക്കുമ്പോൾ പോത്ത് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പുറകോട്ട് തിരിയുമ്പോൾ തോടിനകത്ത് സ്റ്റക്കായിപ്പോയി. അവിടെ ഇരിപ്പുണ്ട്. മാത്തനുപദേശി പതുക്കെ ഇറങ്ങി തിരിച്ച് പുറകോട്ട് വരുന്നു. കല്ലുപ്പാറക്കാരൻ പാമ്പ് ഉപദേശി ഒരിക്കൽ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിൽ വന്നു. ഏത്തവാഴയ്ക്ക് കാവൽ കാക്കാൻ വേണ്ടി, കാര്യം കള്ളൻ ഏത് ദിവസത്തെ വീട്ടിലും കയറും. ഏത്തവാഴയ്ക്ക് കാവൽ കാക്കാൻ വേണ്ടി കാവൽ മാടത്തിൽ പോയി കിടന്നു. 12 മണി കഴിഞ്ഞപ്പം മാടത്തിൻ്റെ മേളിൽ ഇണക്കം കണ്ട് നോക്കിയപ്പോൾ ഭയങ്കര മൂർഖൻ. അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞിട, പാമ്പേ, ഞാൻ ക്ഷീണിച്ച് കിടക്കുക, നീ അവിടെ ഇരിക്കും. രാവിലെ ആൾ വിളിച്ചു കൂട്ടി, നിന്നെ കൊന്നേക്കാം, അനങ്ങരുത്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നേരം വെളുത്തപ്പോൾ പാമ്പ് അവിടെ ഇരിപ്പുണ്ട്. നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഇതേ ഇരിക്കുന്നു, അവനെ തല്ലി കൊന്നേക്കാൻ. അന്ന് മുതൽ അങ്ങനെ പാമ്പ് ഉപദേശി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വല്യപ്പച്ചന്മാരിൽ വ്യാപരിച്ച കൃപാവരവാ. ഇവരുടെയൊക്കെ വേർപാടിൻ്റെ ലെവൽ അറിയാമോ? ഇവരുടെ ശരീരങ്ങളെ ഇവർ സൂക്ഷിച്ചത് അറിയാമോ? അനാവശ്യമായ വാക്കുകൾ, നോട്ടങ്ങൾ, സകലതും ഉപേക്ഷിച്ച് കൈക്കിറക്കക്കുറവുള്ള ചട്ടയിട്ടുകൊണ്ട്, അക്കാലത്ത് ചട്ടയായിരുന്നു, ഇട്ടുകൊണ്ട് വരുന്ന പെൺപിള്ളേരുടെ അടുക്കൽ നിന്ന്, സഹോദരിമാരുടെ അടുക്കൽ നിന്ന് മാമനുപദേശി പ്രാർത്ഥിക്കുമായിരുന്നു, ഈ പെണ്ണുങ്ങളുടെ കക്ഷം കാണുന്നതിന് മുമ്പ് എന്നെ അങ്ങ് എടുത്തോണേന്ന്. ഒത്തിരിയുടെ കക്ഷം കാണുന്നതിന് മുമ്പ് എടുത്തു. എൻ്റെ അപ്പച്ചന്മാർ, എൻ്റെ അമ്മച്ചിമാർ സൂക്ഷിച്ച വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാമോ? എന്നെ ഇയർ മാർക്ക് ചെയ്തു അഭിഷേകത്തിന് വേണ്ടി. അന്യഭാഷ അടയാളം എന്നെ ഇയർ മാർക്ക് ചെയ്തു. വളരാമോ? 2nd ലെവലിലേക്ക് പോകാം. ടെസ്റ്റിംഗ് അത് വൈകിട്ടാട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, ഇന്നിവിടെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സഭയെ അനുഗ്രഹിക്കുന്നു. പട്ടണം പിടിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ കൈമാറ്റം ഇവിടെ നടക്കേണ്ടതിന്, തലമുറകളായുള്ള ശാപങ്ങളെ പൊട്ടിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് ഇവിടെ നടക്കേണ്ടതിന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, മറുഭാഷ കൊണ്ടും കയ്യടി കൊണ്ടും ഞങ്ങൾ നിന്നുപോയി. കർത്താവേ, ദേശം പിടിച്ചടക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ദേശം കീഴടക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. വിശുദ്ധ പൗലോസും പത്രോസും ഒക്കെ ചെയ്തു വന്ന കൊച്ചു കാലങ്ങളെപ്പോലെ അല്ല കർത്താവെ. ഈ കാലത്ത് വലിയത് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചാലും ഞാൻ ഈ സഭയെ അതിനുവേണ്ടി അനുഗ്രഹിക്കുന്നു. അക്ഷരത്തിൻ്റെ പ്രാധാന്യത കൊടുക്കുന്ന ഈ കോട്ടയം പട്ടണത്തിൽ, സുവിശേഷത്തിൻ്റെ കൈത്തിരികൾ കത്തി ഉയർത്തിയ ഈ കോട്ടയം പട്ടണത്തിൽ
തിരുവചനത്തിൻ്റെ കോപ്പികൾ മലയാളത്തിലേക്ക് ആക്കിയെടുത്ത ഈ കോട്ടയം പട്ടണത്തിൽ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു സുവിശേഷത്തിൻ്റെ തീ കത്തിക്കുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നണമേ. അതിന് യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് പലരും വീണുപോയ ഇടത്ത് കർത്താവ് ചിലരെ മാന്യതയോടെ നിർത്തി വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അത് ചെയ്യണേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പട്ടണത്തെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയോടെ വ്യാപരിക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.